മാത്ത് ആസ്പിരൻസ് വാട്സപ്പ് ഗ്രൂപ്പ്സ് കേരളത്തിലെ ജാം പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ് പൂജിതയാണ്. പൂജിത കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് BSc MSc ചെയ്തു. അതിൽ MSc കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആ വർഷത്തെ 1ാം റാങ്ക് ആയിരുന്നു. 2020 ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് MSc മാത്തമാറ്റിക്സ്. മാത്രമല്ല പൂജിത MSc ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CSIR നെറ്റ് വിത്ത് JRF ക്വാളിഫൈ ചെയ്തു 2020. 2021 ഗേറ്റ് ക്ലിയർ ചെയ്തു. ഇപ്പം കോഴിക്കോട് NIT റിസർച്ചിന് ജോയിൻ ചെയ്തിട്ടാണുള്ളത്. സോ ഞാൻ പൂജിതയ്ക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിനോട് സഹകരിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ വേഗം ഇതിന് വരാം, ക്ലാസ് എടുക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത പൂജിതയ്ക്കോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സോ നമുക്ക് നല്ല ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഇന്ന് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ജാമിൻ്റെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് അതിൽ നിന്ന്. അപ്പം അതിനെ പറ്റിയിട്ടാണ് പൂജിത നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ സാർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ക്ലാസ് എടുക്കണം. ടോപ്പിക്സ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ ആണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഞാൻ തന്നെ ഈ ലാസ്റ്റ് ഇയർ ഇതേ ടൈമിൽ സാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ഞാൻ പഠിച്ചത്. സോ അതൊരു എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ലാസ്റ്റ് ടൈം പഠിച്ച കാര്യം ഞാൻ ഈ പ്രാവശ്യം വേറെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ അതൊരു വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ സാറിന് ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് റീസൺ ഉണ്ടായി. അപ്പൊ സാറിനോട് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് എടുക്കാണ്. അപ്പൊ സാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ക്ലാസ് ഇങ്ങനെ കുറെ ഓൾറെഡി എല്ലാ കാര്യം പഠിച്ചതാണ്. ഫങ്ഷൻസ് ഓഫ് 2 റിയൽ വേരിയബിൾ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോ നിങ്ങൾ ഓൾറെഡി ഫങ്ഷൻസ് ഓഫ് 1 വേരിയബിൾ പറഞ്ഞെങ്കിൽ ഫങ്ഷൻ ഫ്രം R to R ആണ്. ഫങ്ഷൻസ് R to R അല്ലെങ്കിൽ ഒരു സെറ്റ് D to R ആണ്. D സബ്സെറ്റ് ഓഫ് R ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതുവരെ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് 1 വേരിയബിൾ ആണ് നിങ്ങൾ പഠിക്കുന്നത്. അത് ഫങ്ഷൻസ് പഠിച്ച പിന്നെ നിങ്ങൾ എല്ലാവരും ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആ കോൺസെപ്റ്റിലാണ് പഠിക്കുന്നത്. സോ ഇപ്പോ നിങ്ങൾക്ക് മോസ്റ്റ് എല്ലാ എൻട്രൻസ് എക്സാമിലും ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ ഒരു ഷുവർ ചോദ്യമാണ്. അതിൽ ഫങ്ഷൻസ് ഓഫ് 2 റിയൽ വേരിയബിൾ, ലിമിറ്റ്, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈ 3 കോൺസെപ്റ്റ് ആണ് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ചോദിക്കാനുള്ളത്. സോ ആ 3 കാര്യങ്ങളാണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഡെഫിനിഷൻ നോക്കാം. ഫങ്ഷൻസ് ഓഫ് റിയൽ n വേരിയബിൾ ആദ്യം തന്നെ ഫങ്ഷൻസ് ഓഫ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ ആണ്. പക്ഷെ ഡെഫിനിഷൻ കാണാം ഫങ്ഷൻസ് ഓഫ് n വേരിയബിൾ എന്താണെന്ന്. ഈ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓഫ് n വേരിയബിൾ ഇസ് എ ഫങ്ഷൻ ഫ്രം D to R. ഈ D പറയുന്നത് സബ്സെറ്റ് ഓഫ് R ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഫങ്ഷൻസിന്റെ ഡെഫിനിഷൻ അറിയാം ഓൾറെഡി. ഫങ്ഷൻ പറഞ്ഞെങ്കിൽ എന്താണ് ഫങ്ഷൻസിന്റെ ഡെഫിനിഷൻ എന്ത് ആരെങ്കിലും പറയോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ സർ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഫങ്ഷൻസ് പറഞ്ഞെങ്കിൽ ഏതൊരു ഡൊമൈനിലുള്ള എലമെന്റ്സിനും യുണീക്ക് ഇമേജസ് ഉണ്ടാവണം. സോ നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് റിയൽ വേരിയബിൾ ഫങ്ഷൻസ് ഓഫ് 1 വേരിയബിൾ ആണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ y ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് ഇങ്ങനത്തെ 1 വേരിയബിൾ എക്സ് വേരിയബിൾ ഉള്ള ഫങ്ഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടായത്. ഫങ്ഷൻസ് ഓഫ് n വേരിയബിൾ പറഞ്ഞെങ്കിൽ ഇറ്റ് ഇസ് എ ഫങ്ഷൻ ഫ്രം D to R. ഈ D പറയുന്നത് സബ്സെറ്റ് ഓഫ് Rn ആയിരിക്കണം. സബ്സെറ്റ് ഓഫ് R എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഡീൽസ് എലമെന്റ്സ് എങ്ങനെ ഉണ്ടാവും? n ടപ്പിൾസ് ആയിരിക്കും. ഓർഡർഡ് പെയർ ഓഫ് n ടപ്പിൾസ് ആയിരിക്കും. സോ ഈ ഫംഗ്ഷൻ എന്താക്കും? ആക്ച്വലി n ടപ്പിൾസിനെ ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. അതാണ് ഫങ്ഷൻസ് ഇൻ n വേരിയബിൾ പറഞ്ഞെങ്കിൽ. സോ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ പറഞ്ഞെങ്കിൽ n ഈക്വൽ ടു 2 കൊടുക്കണം. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്താവും? D പറയുന്നത് സബ്സെറ്റ് ഓഫ് R2 ആയിരിക്കും. ആൻഡ് ഫങ്ഷൻസ് എന്ത് ചെയ്യും? ഈ f പറയുന്ന ഫംഗ്ഷൻ ഡിയിലുള്ള എലമെന്റ്സിനെ ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. സോ ഡിയിലുള്ള എലമെന്റ്സ് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ഫോം ആയിരിക്കും. ഓർഡർഡ് പെയർ x1 x2 ആയിരിക്കും. സോ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾ പറഞ്ഞെങ്കിൽ x1 x2 ഈ x1 x2 ഒക്കെ റിയൽ നമ്പർ ആയിരിക്കും. ഓർഡർ പെയർ x1 x2 ഒരു റിയൽ നമ്പർ വേറൊരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. ആ റിയൽ നമ്പർ ആണ് ഇത് f ഓഫ് x1 x2. സോ ഡെഫിനിഷൻ പറയുമ്പോൾ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ഫ്രം D to R where the domain D is a subset of Rn ആയിരിക്കണം.
അവിടെ each or n tuples x1 x2 etc xn in D the value f is a real number ആയിരിക്കും. ഈ f of x1 x2 etc xn പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കും. ഈ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾ പറഞ്ഞെങ്കിൽ ഇവിടെ n equal to 2 ആകുമ്പോൾ a function f of two real variable assigns a real number f of x1 x2. ഇത് f of x1 x2 റിയൽ നമ്പർ ആയിരിക്കും to each element x1 x2 in the domain of the function. ഈ ഡൊമൈനിലുള്ള ഏതൊരു ഓർഡേർഡ് പെയർ ഓഫ് റിയൽ നമ്പറിനെ വേറൊരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. അത്ര തന്നെയാണ് ഫങ്ഷൻസ് ഓഫ് ടു റിയൽ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഫ്രം R2 to R ഡിഫൈൻഡ് ബൈ f of xy equal to x square plus y. അല്ലെങ്കിൽ നിങ്ങൾക്ക് x plus y ആയിട്ടും ഡിഫൈൻ ചെയ്യാം. f of xy equal to x plus y ആയിട്ടും. ഇവിടെ ഡൊമൈൻ ഞാൻ R2 എന്ന് എടുത്തു. d equal to ഇത് ഡി സബ്സെറ്റ് ഓഫ് ആർ എന്നാണ്. സോ ഈ കേസിൽ ഡി ഈക്വൽ ടു ഞാൻ R2 ആയിട്ട് എടുത്തു. ഇത് ഈ ഫംഗ്ഷൻസ് എന്താക്കും, ഈ R2ലുള്ള ഓരോ എലമെന്റ്സിനും R2ലുള്ള എലമെന്റ്സ് എങ്ങനെയായിരിക്കും, ഓർഡേർഡ് പെയർ XY ആയിരിക്കും. R2ലുള്ള ഓരോ എലമെന്റ്സിനും ഒരു റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. ആ റിയൽ നമ്പർ ആണ് x സ്ക്വയർ പ്ലസ് y. ഇപ്പോ f of 1 2 പറയുമ്പോ f of 1 2ന്റെ വാല്യൂ എന്തായിരിക്കും, f of 1 2ന്റെ വാല്യൂ എന്തായിരിക്കും ആരെങ്കിലും പറയോ? യെസ്, f of 1 2 പറയുമ്പോ x-ന് 1 കൊടുക്കണം, y-ക്ക് 2 കൊടുക്കണം, അപ്പൊ 3. അപ്പൊ ഈ ഫംഗ്ഷൻസ് എന്താക്കി ആക്ച്വൽ ആയിട്ട് ഈ R2ലുള്ള എലമെന്റ് ആണ് 1,2 ഓർഡർ പെയർ 1,2 R2ലുള്ള എലമെന്റ് ആണ്. അതിന് എങ്ങോട്ട് മാപ്പ് ചെയ്തു, 3ലേക്ക് മാപ്പ് ചെയ്തു. സോ അതാണ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോബ്ലംസ് കോൺസെപ്റ്റിലേക്ക് വരാം. സോ ഫസ്റ്റ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം ഫംഗ്ഷൻസ് ഓഫ് ടു റിയൽ വേരിയബിൾ കേസിൽ. ഇനി നിങ്ങൾ ഓൾറെഡി ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഇൻ വൺ വേരിയബിൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഇതൊരു റിയൽ നമ്പർ ആണ്, റിയൽ ലൈൻ ആണ്. ഇത് ഒരു പോയിന്റ് എ ആണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിന് എഫ് പറയുന്ന എഫ് ഇൻ ആർ ആണ്. ഇത് വൺ വേരിയബിളിന്റെ കേസിലാണ് പറയുന്നത് എഫ് ഫ്രം ആർ ടു ആർ. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് എ ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ both ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. ഇത് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഡിഗ്രിയിൽ ലാസ്റ്റ് തേർഡ് ഇയറിൽ ഐ തിങ്ക് തേർഡ് ഇയറിലായിരിക്കും ഞാൻ പഠിക്കേണ്ട ഈ സംഭവമൊക്കെ. ഒരു പോയിന്റ് ഒരു ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഇസ് എ ഫംഗ്ഷൻ ആർ, അല്ലെങ്കിൽ ഇത് ഡി ആയിട്ട് എടുക്കുക, ഡി സബ്സെറ്റ് ഓഫ് ആർ ആണ്, ഇസ് എ ഫംഗ്ഷൻ ആൻഡ് എ കോമ എൽ ബിലോങ്സ് ടു ആർ. then the limit of f ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് at a particular പോയിന്റിൽ l എന്ന് പറയണമെങ്കിൽ both right handed limit as well as left handed limit of f at p exist p അല്ല at a exist ചെയ്യണം and equal ആയിരിക്കണം. കാരണം ഇത് ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ ഞങ്ങൾ ഒരേ ഡയറക്ഷനിലൂടെയാണ് നോക്കുന്നത്, ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് ഫ്രം ദി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. ഇത് ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് ആണ്, ഇത് റൈറ്റ് സൈഡ് ലിമിറ്റ് ആണ്. ബോത്ത് ലെഫ്റ്റ് സൈഡ് ലിമിറ്റും റൈറ്റ് സൈഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആണെങ്കിൽ ഞങ്ങൾ പറയും ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എയില് എക്സിസ്റ്റ് ചെയ്തിട്ട് ആ വാല്യൂ എന്തായിരിക്കും, ഈ എൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ഇൻ വൺ വേരിയബിൾ കേസിൽ. ഇത് വൺ വേരിയബിളിന്റെ കേസാണ്. ഇനി ഇത് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ്. സോ ഞങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പൊതുവെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻസ് ഒക്കെ യൂസ് ആക്കുന്നില്ല. കാരണം എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് എക്സാം മീൻസ് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതാണ്. സോ എപ്സിലോൺ ഡെൽറ്റ ഒക്കെ ഞങ്ങൾ അവിടെ യൂസ് ആക്കാറില്ല, കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ആക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒക്കെ യൂസ് ആക്കും. ഇത് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ പറയുന്നത് ഫോർ എവറി എപ്സിലോൺ there exists a delta such that whenever this x belongs to delta neighborhood of a, f of x must belongs to epsilon neighborhood of L. ഇത് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ്. സോ പൊതുവെ ഞങ്ങൾ ഇത് റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും നോക്കിയിട്ട് അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയും. ഇത് വൺ വേരിയബിൾ കേസിൽ. ഇനി ടു വേരിയബിൾ കേസിൽ എന്താണ് നോക്കാം. ടു വേരിയബിൾ കേസ് പറയുമ്പോൾ ഞങ്ങൾ R2ലാണ് നോക്കുന്നത്, പ്ലെയിനിലാണ് നോക്കുന്നത്. സോ ഇതൊരു പോയിന്റ് ആണ്, R2ലുള്ള പോയിന്റ് A, B എന്ന് വിചാരിച്ചു. ഈ പോയിന്റിൽ എഫ് പറയുന്ന ഫംഗ്ഷൻ എഫ് ബി എ ഫംഗ്ഷൻസ് ഓഫ് ടു റിയൽ വേരിയബിൾ ആണ്. പറഞ്ഞെങ്കിൽ R2ൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഈ പോയിന്റിൽ എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, സപ്പോസ് ഇത് ഒരു ഡൊമൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമൈൻ ഡി എന്ന് വിചാരിച്ചു. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഡൊമൈൻ വേണം, ഈ ഡി.
ഇത് ഡി എന്ന് വിചാരിച്ചോ, ഇതൊരു പ്ലെയിൻ ആണ്, ഇത് ഡിയിലുള്ള പോയിന്റ് എ ബി ആണ്. സോ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഈ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിപ്പോ ഇൻ റിയൽ വൺ വേരിയബിൾ കേസിൽ ഞങ്ങൾ എന്ത് നോക്കിയത്, ലെഫ്റ്റ് ഡയറക്ഷനും റൈറ്റ് ഡയറക്ഷനും, രണ്ട് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ റിയൽ ലൈൻ ആകുമ്പോൾ. പക്ഷെ ഇത് പ്ലെയിൻ ആണ്, പ്ലെയിനിൽ ഞങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും എന്ന് പറയാൻ കഴിയാം. സോ ഈ കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതൊരു കേർവ് ഈ പ്ലെയിനിൽ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു കേർവിലൂടെയും ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ കുറെ കേർവ് ഉണ്ടാവും. ഇത് കേർവ് 1 and this is curve 2 and here it is 3, curve 3. കുറെ കേർവ്, ഇൻഫൈനൈറ്റ്ലി മെനി കേർവ് ഉണ്ടാവും ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന. ആ ഓരോ കേർവിലൂടെയും ഞങ്ങൾ ഫംഗ്ഷന്റെ വാല്യൂ കാണുമ്പോൾ, ഫംഗ്ഷന്റെ ലിമിറ്റ് കാണുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ ഞങ്ങളുടെ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പറയും. ഒന്നുകൂടി പറയാ, ഇതൊരു ആർബിട്രറി പോയിന്റ് ആണ് ഈ ഡൊമൈനിലുള്ള ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് 2 വേരിയബിൾ കേസാണ് ഞാൻ പറയുന്നത്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു കേർവ് എടുത്തെങ്കിലും, ഇത് there are infinitely many curve. സോ ഏത് കേർവിലൂടെയും ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് എക്സിസ്റ്റ് ചെയ്യണം, എല്ലാ കേർവിലൂടെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പറയും. ഇതൊരു ജിയോമെട്രിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഇതാണ്. ലെറ്റ് എഫ് ഫ്രം ഡി ടു ആർ ബി എ ഫംഗ്ഷൻ. ഡി പറയുന്നത് സബ്സെറ്റ് ഓഫ് R2 ആണ് ആൻഡ് x0 y0 ഡൊമൈനിലുള്ള ഒരു പോയിന്റ് ആണ്. വി സേ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് x0 y0 ഈസ് L ഇഫ് ഏതൊരു എപ്സിലോൺ എടുത്തെങ്കിലും അവിടെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് whenever this f of xy belongs to epsilon neighborhood of L, that is modulus of f of xy minus L less than epsilon, whenever ഈ xy പറയുന്ന പോയിന്റ് ഈ ബോളിൽ ഉണ്ടാവുമ്പോൾ, whenever this xy belongs to delta ball of x0 y0, f of x must belongs to ഈ എപ്സിലോൺ നൈബർഹുഡ് ആയിരിക്കണം. ഇവിടെ ഓപ്പൺ ഇന്റർവൽ വരാനുള്ള കാരണം ഈ എഫ് ഓഫ് എക്സ് വൈ പറയുന്നത് റിയൽ നമ്പർ ആണ്. സോ റിയൽ നമ്പറിൽ ഞാൻ യൂഷ്വൽ മെട്രിക് ആണ് എടുക്കുന്നത്. സോ ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആണ്. സോ ഇത് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ്. whenever for every epsilon there must exist a delta such that whenever this xy belongs to delta neighbor ball of x0 y0, f of x must belongs to epsilon neighborhood of L. ഇത് ഡെൽറ്റ എപ്സിലോൺ ഡെഫിനിഷൻ ആണ്. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കോൺസെപ്റ്റ് യൂസ് ആക്കും. സോ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഏത് കേർവിലൂടെയും ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ഞങ്ങൾക്ക് ഒരു ഈ പോയിന്റിൽ ലിമിറ്റ് കാണണം. ഒരു കേർവ് കിട്ടിയെന്ന് വിചാരിച്ചോ, ഒരു കേർവ് 1 കിട്ടിയെന്ന് വിചാരിച്ചോ. ഇതില് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ഈ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഡയറക്റ്റ് പറയാം. സപ്പോസ് ഞങ്ങൾക്ക് ഒരു കേർവ് കിട്ടിയിട്ട് ആ കേർവിലൂടെ നിങ്ങൾക്ക് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ലിമിറ്റ് ആ പ്ലെയിൻ ഡൊമൈനിൽ എവിടെയും എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതേപോലെ ഇപ്പോ സപ്പോസ് 2 കേർവ് കിട്ടി. ഈ കേർവിൽ ഞങ്ങൾക്ക് L1 പറയുന്ന ലിമിറ്റ് കിട്ടി, ഈ കേർവിൽ ഞങ്ങൾക്ക് L2 പറയുന്ന ലിമിറ്റ് കിട്ടി എന്ന് വിചാരിച്ചു. L1 നോട്ട് ഈക്വൽ ടു L2 ആണെങ്കിലും ഞങ്ങൾക്ക് പറയാം ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല അറ്റ് ഈ പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും. സോ ഈ കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ആക്കുന്നത്. ഇനി ലിമിറ്റ്സ് ലോ, നിങ്ങൾ ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിൾ കുറെ ലിമിറ്റ്സ് ലോ, ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിൾ ലിമിറ്റ്സ് ലോ ഉണ്ട്, അതേപോലെ 2 വേരിയബിളും ലിമിറ്റ്സ് ലോ ഉണ്ട്. Suppose these 2 limits are exist, that is limit xy tending to ab f of xy equal to L as well as limit xy tending to ab g of xy equal to M. രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സം ഫംഗ്ഷൻ, ഇതിന്റെ രണ്ട് ഫംഗ്ഷന്റെ സമ്മിന്റെ ലിമിറ്റ് പറയുന്നത് ലിമിറ്റിന്റെ സം ആയിരിക്കും. അതേപോലെ രണ്ട് ഫംഗ്ഷന്റെ ഡിഫറൻസിന്റെ ലിമിറ്റ് പറഞ്ഞെങ്കിൽ ലിമിറ്റിന്റെ ഡിഫറൻസ് ആയിരിക്കും. അതേപോലെ പ്രൊഡക്റ്റ്, ഈ പ്രൊവൈഡഡ് ദിസ് രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് പറയാം. ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു എ ബി എഫ് പ്ലസ് ജി ഈസ് എൽ പ്ലസ് എം, അതേപോലെ എഫ് മൈനസ് ജി ഈസ് എൽ മൈനസ് എം, അതേപോലെ എഫ് ഇൻറ്റു ജി എൽ എം ആൻഡ് കോഷ്യൻ എഫ് ബൈ ജി ഈസ് എൽ ബൈ എം പ്രൊവൈഡഡ് ദിസ് എം ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇനി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ, ഏതൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടാലും അത് സി ഇൻറ്റു ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിരിക്കും ഫോർ
സി ഇസ് എ റിയൽ നമ്പർ. കാരണം ഇവിടെ ഞങ്ങൾ റിയൽ നമ്പറിന്റെ കേസാണ് ഞങ്ങൾ പറയുന്നത്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. സോ സി ഒരു റിയൽ നമ്പർ ആണ്. ഇനി പവർ ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ പവർ പറയുന്നത് ലിമിറ്റിന്റെ പവർ ആയിരിക്കും. സോ ഇതൊക്കെ ഞങ്ങൾക്ക് ലിമിറ്റ്സ് കാണാൻ, ഒരു പോളിനോമിയൽസ് അല്ലെങ്കിൽ കോഷ്യന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ്സ് കാണാൻ ഈ കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഇത് 1 വേരിയബിൾ ഉള്ള കേസിലുള്ള പോലെ തന്നെ 2 വേരിയബിൾ സെയിം റിസൾട്ട് ആണ്. ഇനി ഇത് ചോദ്യമാണ് അയച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയ ആൻസർ. ലിമിറ്റ് ഓഫ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ആർക്കെങ്കിലും കിട്ടിയോ? പറഞ്ഞോ. പ്രശ്നമില്ല. ഹലോ, 0 തന്നെ. നിങ്ങൾ ചെയ്ത മെത്തേഡ് വേറെ ആയിരിക്കും, പക്ഷെ ആൻസർ 0 തന്നെ. ഈ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ബൈ എക്സ് മൈനസ് വൈ, ഇവിടെ ഡയറക്റ്റ് ഞങ്ങൾക്ക് എക്സ് ഈക്വൽ ടു 0യും വൈ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0/0 ഫോം ആണ് കിട്ടുന്നത്, ഇൻഡിറ്റർമിനേറ്റ് ഫോം. പക്ഷെ ഞങ്ങൾക്ക് റിയൽ വേരിയബിൾ ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിൾ ഞങ്ങൾ LH റൂൾ പഠിച്ചിരുന്നു. ഇത് 0/0 ഫോം വരുമ്പോൾ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കും, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് വാല്യൂസ് കൊടുക്കും. പക്ഷെ ഈ കേസിൽ ഞങ്ങൾക്ക് 2 വേരിയബിൾസ് LH റൂൾ യൂസ് ആക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ന്യൂമറേറ്റർ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ആണ്. അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഇത് രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആയി സെയിം ടേം. സോ ബാക്കിയുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. സോ ഇവിടെ ഞാൻ ഈ ലിമിറ്റ്സ് ലോ യൂസ് ആക്കി, ഫസ്റ്റ് ലിമിറ്റ് ലോ ആൻഡ് തേർഡ് വൺ, ഫസ്റ്റ് ആൻഡ് തേർഡ് വൺ യൂസ് ആക്കി. ഇവിടെ ഞാൻ ഓരോന്ന് ഈ ലിമിറ്റ് പറഞ്ഞെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 എക്സ് വൈ പ്ലസ് ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 വൈ സ്ക്വയർ. ഇനി എക്സിന് 0യും വൈക്ക് 0ന് വാല്യൂ കൊടുക്കുമ്പോൾ മൊത്തം ടേം 0 ആയിട്ട് വരും. സോ ആൻസർ 0 ആണ്. ഇതിന്റെ ആൻസറോ ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 1 to എക്സ് ക്യൂബ് പ്ലസ് 2y എക്സ് സ്ക്വയർ. ആൻസർ കിട്ടിയോ? 5 ആണ്. ഇത് അതേപോലെ ഫംഗ്ഷൻ യെസ് 5. ഇത് അതേപോലെ ഫംഗ്ഷൻസ് ഓഫ് രണ്ട് ഫംഗ്ഷന്റെ സം ആണ്. സോ ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 1 to എക്സ് ക്യൂബ് പ്ലസ് ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. സോ 2 into ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 1 to y into ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 1 to എക്സ് സ്ക്വയർ. ഇനി ഇവിടെ എക്സ് ഈക്വൽ ടു 1 കൊടുക്കാം ആൻഡ് ഇവിടെ y ഈക്വൽ ടു 2 ആൻഡ് ഇവിടെ എക്സ് ഈക്വൽ ടു 1. സോ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 വരും. സോ 2 into ഇവിടെ y ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2 into 2 into ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 വരും. സോ ആൻസർ 5 കിട്ടും. ഇത് പോളിനോമിയൽ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈസി ആണ്, കാരണം ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് പാർട്ടിലൂടെ ഒന്നും നോക്കാം, പാർട്സ് ഒക്കെ നോക്കാൻ വരുന്നില്ല. സോ ഈ പോളിനോമിയൽ കേസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം, അല്ലെങ്കിൽ ചില കോമൺ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് നോക്കാം. ഇനി ഞങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ചില കേസിൽ ഞങ്ങൾക്കിപ്പോ സപ്പോസ് മോസ്റ്റ് പ്രോബ്ലംസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാണ്. സോ ആ കേസിൽ ഞങ്ങൾ ഈ കോൺസെപ്റ്റ് ആണ് യൂസ് ആക്കുന്നത്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ്. ദാറ്റ് ഈസ് ഇഫ് വി ക്യാൻ ഫൈൻഡ് 2 ഫംഗ്ഷൻസ് പാത്ത് അല്ലെങ്കിൽ കർവ്, രണ്ട് ഫംഗ്ഷൻസ് കണ്ടുപിടിച്ചപ്പെട്ടെങ്കിൽ φ1 of x and φ2 of x, that is y equal to some φ1 of x and another function y equal to φ2 of x, such that limit of this function, ഞങ്ങൾക്ക് ആക്ച്വലി തന്നിട്ടുള്ള ഫംഗ്ഷൻ f of xy എന്നാണ് തന്നിട്ടുള്ള functions of 2 variable f of xy. സപ്പോസ് ഞങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻ കണ്ടുപിടിച്ചപ്പെട്ടെങ്കിൽ x ഇടാം, y equal to φ1 of x or y equal to φ2 of x, such that limit of this function f of x φ1 of x and f of x φ2 of x, ഈ രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് ഡിഫറെന്റ് ആണെങ്കിൽ സൈമൾട്ടേനിയസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതൊരു കർവ് എടുത്തെങ്കിലും സെയിം ലിമിറ്റ് കിട്ടണം. സപ്പോസ് ഇതിന് നിങ്ങൾക്ക് φ1 പറയുന്ന ഒരു കർവ് കിട്ടി ആൻഡ് φ2 പറയുന്ന വേറൊരു കർവ് കിട്ടി, സച്ച് ദാറ്റ് ഈ ഫംഗ്ഷൻ f of xy ഉള്ള ഫംഗ്ഷൻ ആണ്. സോ ഈ വൈയില് ഞങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y equal to φ1 of x
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലിമിറ്റ് കാണണം. ഇനി ലിമിറ്റ് കാണുമ്പോൾ ഇതെന്താണ്, ഇത് ലിമിറ്റ് ഓഫ് എക്സ് വൈ ടെൻഡിങ്സ് ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും. ഇനി വൈക്ക് φ1 ഓഫ് എക്സിന് വാല്യൂ കൊടുത്തെങ്കിൽ ഈ ഫംഗ്ഷൻസ് എന്താണ്, വൺ വേരിയബിൾ ആയി. ഇതിപ്പോ ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിളിന്റെ കേസിലാണ് ഉണ്ടായത്. അത് ഞങ്ങൾ എന്താക്കി, ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് കാണാൻ ഈസിയാണ്. സോ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിമിറ്റ് കാണാൻ പറ്റും. സപ്പോസ് ഇത് L1 എന്ന് വിചാരിക്കാം. ഞാൻ അതേപോലെ രണ്ടാമത്തെ കർവ് കിട്ടി. രണ്ടാമത്തെ കർവ് നിങ്ങൾ എടുത്തു, അതിലും y = φ2 ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടെന്ന് വിചാരിച്ചു. അതിലും L2 കിട്ടി. സപ്പോസ് ഇഫ് ദിസ് ടു ലിമിറ്റ് ഡിഫറെന്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് പറയാം ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. സപ്പോസ് കോൾ ഇറ്റ് ആസ് AB. ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു AB f of x y does not exist. ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പൊ മനസ്സിലാവും. ഇത് ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 xy³ ഡിവൈഡഡ് ബൈ x² പ്ലസ് y⁻6. ഇത് ഞാൻ പ്രോബ്ലം തന്നിട്ടുണ്ടായി. ഡസ് നോട്ട് എക്സിസ്റ്റ്. റീസൺ പറയാം. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് 0യും വൈക്ക് 0 ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോം കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ്, ഇത് നിങ്ങൾ കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഒരു ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടാകുമ്പോൾ ഇതിന്റെ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഈ ഫംഗ്ഷൻസിന്റെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ യൂസ് ആക്കിയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ കുറെ ടൈം എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഒരു ഫിക്സ്ഡ് ടൈമാണ് എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ. സോ നിങ്ങൾക്ക് ഒരു രണ്ട് കേർവ് കിട്ടി, φ1 ആൻഡ് φ2 കിട്ടിയിട്ട് ലിമിറ്റ് ഡിഫറെന്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്തായി, ഒരു 30 മാക്സിമം പോയെങ്കിൽ 45 മിനിറ്റ്സ് മതി, 45 സെക്കൻഡ്സ് മതി ഇത് ചെയ്യാൻ. സോ 45 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കഴിയും. സോ അത് മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അധികമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ഫംഗ്ഷൻസ് ഇവിടെ ഇപ്പോ എക്സിന് 0യും വൈക്ക് 0 കൊടുക്കുമ്പോൾ 0/0 ഫോം കിട്ടിവിടും ഇവിടെ. സോ ഞങ്ങൾക്ക് ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയി. ഇവിടെ ഞാനൊരു കേർവ് എടുത്തു, y = x. പിന്നെ ഒരു കാര്യം, ഈ കേർവ് ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ φ1 ഓഫ് എക്സ് ആൻഡ് φ2 ഓഫ് എക്സ് ഈ രണ്ട് കേർവ് ചൂസ് ചെയ്യുമ്പോൾ ഇതിപ്പോ ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് AB കാണണം വിചാരിച്ചോ. ഫംഗ്ഷന്റെ ലിമിറ്റ് f of x y ലിമിറ്റ് AB കാണുമെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ രണ്ട് കർവ് ചൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട് കർവ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് ആയിരിക്കണം. ഈ φ1 ആൻഡ് φ2 പാസിംഗ് ത്രൂ AB ആയിരിക്കണം. സോ അത് ഒരു ശ്രദ്ധിക്കണം കാര്യം. ഞാനൊരു ഇവിടെ കർവ് എടുത്തു. ഇത് പോയിന്റ് AB പറയുന്നത് 0 0 ആണ്. സോ ഞാനൊരു കർവ് എടുത്തു, y = x, സ്ട്രേറ്റ് ലൈൻ ആണ്, y = x. ഇത് ഈ y = x പറയുന്ന പോയിന്റ് 0 0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ φ1 ഓഫ് എക്സ് പറയുന്നത് ഞാൻ ഇവിടെ x ആയിട്ട് ചൂസ് ചെയ്തു. സപ്പോസ് ദാറ്റ് ദ പോയിന്റ് xy അപ്രോച്ചസ് ടു 0 0. xy പറയുന്ന പോയിന്റ് 0 0ലേക്ക് ത്രൂ ദിസ് ലൈൻ, ഈ ലൈനിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താവും നോക്കാം. അപ്പൊ y = x എന്നാണ് എടുത്തത്. ഇത് φ1 ഓഫ് എക്സ്. ഇനി ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y = x വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും, xy ടെൻഡിങ്സ് ടു 0 0 ആണ്. അപ്പോൾ y ടെൻഡിങ്സ് ടു 0 ആണ്. ഇവിടെ y = x ആയതുകൊണ്ട് ഇത് എന്താവും, x ടെൻഡിങ് ടു 0 0. അല്ലെങ്കിൽ നിങ്ങൾക്ക് x ടെൻഡിങ് ടു 0 ആയിട്ട് എഴുതാം. ഇത് സെയിം തന്നെ, ഇത് x ടെൻഡിങ് ടു 0 ആണ്. സോ y = x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും, x ഇൻറ്റു y = x കൊടുക്കുമ്പോൾ x³ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ x² പ്ലസ് ഇവിടെ y⁻6 ഉള്ളത്. സോ y = x ആയതുകൊണ്ട് x⁻6. ദാറ്റ് ഈസ് ഞങ്ങൾക്ക് ഇവിടെ x⁴ x² പ്ലസ് x⁻6 കിട്ടും. x⁴ x² പ്ലസ് x⁻6. ഇവിടെ x² കോമൺ ആണ്. ഇത് ക്യാൻസൽ ചെയ്തിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ടാകുമ്പോൾ ഈ വാല്യൂ കിട്ടും. ലിമിറ്റ് x ടെൻഡിങ് ടു 0 x² 1 പ്ലസ് x², ഇനി ഇതെന്താണ്, ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിളിന്റെ കേസാണ്. സോ ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾ ആണ് തന്നിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് എന്താക്കി, ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്തു. ഈ കർവ് എന്തായിരിക്കണം, ഈ 0 0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ടാവണം. ഇപ്പൊ ഞാൻ കൺവേർട്ട് ചെയ്തു ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിൾ. ഇനി ഇവിടെ ഞങ്ങൾ വാല്യൂ കൊടുക്കുമ്പോൾ x = 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്താവും, 0, ഡിനോമിനേറ്റർ 1. സോ 0/1 ആണ്. സോ ആൻസർ എന്താണ്, 0 കിട്ടി. സോ അലോങ് ദിസ് കർവ് y = x പറയുന്ന കർവിൽ ഞങ്ങൾക്ക് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ത് കിട്ടി, 0 കിട്ടി. ഇനി ഞാൻ വേറൊരു കർവ് എടുത്തു, y³ = x അല്ലെങ്കിൽ y = x⁻². ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ φ1 ഓഫ് എക്സിന്റെ പകരം φ2 ഓഫ് y ഇൻ ടേംസ് ഓഫ് വൈയിലും എഴുതാം. വൈയിൽ എഴുതിയെങ്കിൽ ഇവിടെ എന്താവും, f of φ1 ഓഫ് സം y, y
ഫംഗ്ഷൻസ് എന്താവും വൈന്റെ ടേംസിൽ വരും. ഞാൻ ഇവിടെ എക്സ് ചൂസ് ചെയ്തേ ഉള്ളൂ, അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ആണ് അതുപോലെ എടുത്താൽ മതി. ഇവിടെ വേണമെങ്കിൽ എക്സിന്റെ പകരം ഇവിടെ എക്സിന്റെ പകരം എക്സ് ഈക്വൽ ടു വൈക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും വൈ ടെൻഡിങ്സ് ടു 0 എന്നാവും. ഈ എക്സ് ഉള്ളിടത്ത് വൈന്റെ ടേംസ് വരും, ഫംഗ്ഷൻസ് ഓഫ് വൈ ആവും. ഇത് മൊത്തം ഫംഗ്ഷൻസ് ഓഫ് വൈയിലേക്ക് ചേഞ്ച് ആവും. അത്ര തന്നെ ഉള്ളൂ ഡിഫറൻസ്. സോ ആൻസർ സെയിം ആയിരിക്കും കിട്ടുന്നത്. ഞാൻ നെക്സ്റ്റ് വേറൊരു കേർവ് എടുത്തും വൈ ക്യൂബ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് റേസ്റ്റ് 1/2. ഈ കേർവും 0 0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനി ആ ഫംഗ്ഷന്റെ കേർവ്, സോ ഈ അലോങ് ദിസ് കേർവ് ഫംഗ്ഷന്റെ ലിമിറ്റ് കാണണം. ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ്സ് ടു 0. ഇവിടെ വൈ ടെൻഡിങ്സ് ടു 0 ആണ്. സോ വൈ ക്യൂബ് ഈസ് ഓൾസോ ടെൻഡിങ്സ് ടു 0 ആണ്. സോ എന്താവും എക്സ് ടെൻഡിങ് ടു 0. ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ എഫ് ഓഫ് എക്സ് φ1 ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് φ1 ഓഫ് എക്സ് ആണ്. ഇൻ ടേംസ് ഓഫ് എക്സിലാണ് എഴുതേണ്ടത്. സോ വൈ ഞങ്ങൾക്ക് എങ്ങനെ എഴുതാം, എക്സ് റേസ്റ്റ് ടു 1/3. സോ ഇവിടെ ഞാൻ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എക്സ് റേസ്റ്റ് ടു 1/3. ദാറ്റ് ഈസ് ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ് ടു 0. ഈ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇതെന്താവും എക്സ് ഇൻടു എക്സ് റേസ്റ്റ് ടു 1/3 ഹോൾ റേസ്റ്റ് ടു 3. ദാറ്റ് ഈസ് എക്സ്. ദാറ്റ് ഈസ് എക്സ് ഇൻടു എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ y to 6. y പറയുന്നത് x raised to 1/3 ആണ്. സോ y raised to 6 പറഞ്ഞെങ്കിൽ x സ്ക്വയർ. സോ x സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് x സ്ക്വയർ കിട്ടും. അതെന്താണ് 1/2 ആണ്. x സ്ക്വയർ ബൈ x സ്ക്വയർ പ്ലസ് x സ്ക്വയർ, ദാറ്റ് ഈസ് x സ്ക്വയർ ബൈ 2x സ്ക്വയർ. x സ്ക്വയർ ക്യാൻസൽ ആവും. സോ ആൻസർ എന്ത് കിട്ടി, 1/2 കിട്ടി. സോ ഞങ്ങൾ ഇവിടെ എന്ത് കിട്ടി, അലോങ് 2 ഡിഫറെന്റ് കർവ്. ഇതൊരു കർവ് ആണ് പാസിംഗ് ത്രൂ 0 0. അതേപോലെ ഇത് വേറൊരു കർവ് ആണ് പാസിംഗ് ത്രൂ 0 0. ഈ രണ്ട് കേർവിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടി, ഡിഫറെന്റ് ലിമിറ്റ് ആണ് കിട്ടിയത്. സോ ഞങ്ങൾക്ക് പറയാം ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതൊരു മെത്തഡാണ്. മോസ്റ്റ് എല്ലാ പ്രോബ്ലംസിലും ഇങ്ങനത്തെ മെത്തഡാണ് യൂസ് ചെയ്യുന്നത് ലിമിറ്റ് കാണാൻ വേണ്ടി. സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ വൈ ക്യൂബിക്കുള്ള എക്സിലും 0 കിട്ടിയെന്ന് വിചാരിച്ചോ, സപ്പോസ് കിട്ടിയെന്ന് വിചാരിച്ചു 0. അപ്പോ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ കഴിയാം ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കിട്ടിയെന്ന്. കാരണം ഇവിടെ കുറെ ഇൻഫൈനൈറ്റ്ലി മെനി കുറെ കേർവ്സ് ഉണ്ടാവും 0 0 പാസ് ചെയ്യുന്നത്. സോ രണ്ട് കേർവിൽ നിങ്ങൾക്ക് ലിമിറ്റിന്റെ ഫംഗ്ഷന്റെ ലിമിറ്റ് സെയിം കിട്ടിയെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയാൻ കഴിയാം. പക്ഷെ ഡിഫറെന്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ പറയാം ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതൊരു ഫംഗ്ഷൻ മെത്തഡ് ആണ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കിട്ടിയ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 2x y square by x square plus y raised to 4. ആരെങ്കിലും ചെയ്തിനോ? ഇവിടെ അതേപോലെ തന്നെ x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 0/0 ഫോം ആണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ ഇവിടെയും ഞാൻ അതേപോലെ ഒരു കർവ് ചൂസ് ചെയ്തു. സപ്പോസ് ദാറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0. ഇത് ഫംഗ്ഷൻ കാണുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി അത് വർക്ക്ഔട്ട് ചെയ്യണം. കുറെ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പ്രോബ്ലം കാണുമ്പോൾ മനസ്സിലാവും. മീൻസ് ജസ്റ്റ് ഒരു രണ്ട് കേർവ് എടുത്തിട്ട് ഡിഫറെന്റ് വാല്യൂ കിട്ടിയെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പനെ പറയാനൊക്കെ കഴിയും. സപ്പോസ് ദിസ് xy is tending to 0 0 along the curve y equal to mx. y equal to mx പറയുന്ന ഒരു കേർവ് എടുത്തു ഞാൻ. ഇവിടെ m പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ഏത് കേർവ് വേണമെങ്കിലും എടുക്കാം. y equal to 2x എടുക്കാം, 3x എടുക്കാം, 1/2x എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഈ കേർവ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇതിലൂടെ പാസ് ചെയ്യണമെന്ന്. സോ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ വൈന്റെ വാല്യൂ എന്തായി 0 ആണ്. സോ y equal to mx പറയുന്ന ഗ്രാഫ് ഫംഗ്ഷൻ 0 0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിന്റെ ലിമിറ്റ് കാണണം. സെയിം നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെ. ഇവിടെ y ഉള്ളിടത്ത് mx-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എന്താണ് y ടെൻഡിങ്സ് ടു 0 ആണ്. സോ ഇതെന്താവും mx is also tending to 0. ദാറ്റ് ഈസ് x tending to 0 എന്ന് കിട്ടും. സോ ഇതെന്തായി x tending to 0. ഇവിടെ y ഉള്ളിടത്ത് mx-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x into y square. y square പറഞ്ഞെങ്കിൽ m square x square divided by x square plus y raised to 4. So y പറഞ്ഞെങ്കിൽ mx. So y raised to 4 പറഞ്ഞെങ്കിൽ m raised to 4 x raised to 4. So ഇതെന്ത് കിട്ടും 2m square x cube divided by x square plus m raised to 4 x raised to 4. So ഇവിടെ x square common term ആണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അത് ക്യാൻസൽ ചെയ്തിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് 2x m square കിട്ടും ഡിവൈഡഡ് ബൈ 1 plus m raised to 4 x cube. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്തായി
0 കിട്ടി. എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്തായി 0 ആയി, ഡിനോമിനേറ്റർ 1 ആയി. സോ 0/1 0 ആയി. സോ ഞങ്ങൾക്ക് ഒരു കേർവ് കിട്ടി. ഇത് എപ്പോഴും xy ടെൻഡിങ്സ് ടു 0 0 ആകുമ്പോൾ ഇങ്ങനത്തെ സ്ട്രേറ്റ് ലൈൻ ചൂസ് ചെയ്യുന്നതാണ് ഈസി. കാരണം ലിമിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ഈസി ആവും. സോ അലോങ് ദിസ് കർവ് y ഈക്വൽ ടു mx ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. ഇനി വേറൊരു കർവ് ഞാൻ എടുത്തു. xy is tending to 0 0 as along the curve y equal to m root of x m x raised to 1/2. ഈ കർവും 0 0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയും 0 കിട്ടുന്നുണ്ട്. ഇനി ഈ കർവിലൂടെ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണണം. ലിമിറ്റ് കാണുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റ് xy ടെൻഡിങ്സ് ടു 0 0 എന്നുള്ളത് ലിമിറ്റ് x ടെൻഡിങ് ടു 0 എന്നാവും. ലിമിറ്റ് x ടെൻഡിങ് ടു 0 2x y സ്ക്വയർ. സോ y പറയുന്നത് ഇവിടെ m x raised to 1/2 ആണ്. സോ y സ്ക്വയർ പറഞ്ഞെങ്കിൽ m സ്ക്വയർ x ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് y raised to 4. x സ്ക്വയർ പ്ലസ് y പറഞ്ഞെങ്കിൽ m x raised to 1/2 ആണ്. സോ y raised to 4 പറഞ്ഞെങ്കിൽ m raised to 4 x സ്ക്വയർ ആണ്. y raised to 4 yes m raised to 4 x സ്ക്വയർ ആണ്. സോ ഇവിടെ ന്യൂമറേറ്ററിലും x സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിലും x സ്ക്വയർ ഉണ്ട്, കോമൺ ടേം ആണ്. സോ ഇതെന്ത് കിട്ടും 2x സ്ക്വയർ m സ്ക്വയർ ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് m raised to 4 x സ്ക്വയർ. x സ്ക്വയർ കോമൺ ടേം ക്യാൻസൽ ചെയ്തിട്ടാകുമ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത് 2m സ്ക്വയർ ബൈ 1 പ്ലസ് m raised to 4. ഇനി നോക്കാം ഈ ഫംഗ്ഷന്റെ ഈ കർവ് ഡിഫറെന്റ്. ഇത് കുറെ ഈ എമ്മിന്റെ വാല്യൂ റിയൽ നമ്പർ ആണ്. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. m ഈക്വൽ ടു 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ അതിന്റെ അനുസരിച്ചിട്ട് ഈ ലിമിറ്റ് എന്താവും ചേഞ്ച് ആവും. m ഈക്വൽ ടു 0 ആണെങ്കിൽ m ഈക്വൽ ടു 0 എന്തായി y ഈക്വൽ ടു 0 എന്നായി. സോ ഫംഗ്ഷന്റെ ലിമിറ്റ് ത്രൂ ദി കർവ് y ഈക്വൽ ടു 0 പറയുന്നത് ഇവിടെ 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ 0 കിട്ടി. സോ അലോങ് ദി കർവ് y ഈക്വൽ ടു 0 ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായി 0 ആവും. ഇനി എമ്മിന് 1 കൊടുക്കുമ്പോൾ റൂട്ട് എക്സ് 1 കൊടുക്കുമ്പോൾ കർവ് പറയുന്നത് y ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. y ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. സോ എമ്മിന് 1 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ ലിമിറ്റ് ത്രൂ ദി കർവ് y ഈക്വൽ ടു റൂട്ട് എക്സ് പറയുന്നത് ഇവിടെ എമ്മിന് 1 കൊടുക്കണം. കാരണം ഇത് ഞാൻ ആർബിട്രറി എം എടുത്തിട്ടാണ് ഇവിടെ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടത്. സോ ആർബിട്രറി ആയിട്ട് എടുക്കുമ്പോൾ ഈ ലാസ്റ്റ് കിട്ടുന്ന ലിമിറ്റ് പറയുന്നത് ഈ എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ എമ്മിന്റെ വാല്യൂ ചേഞ്ച് ആവുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താവും ചേഞ്ച് ആവും. സോ ഓരോ കർവിന് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഓരോ ലിമിറ്റ് കിട്ടും. ഇപ്പൊ വൈന് എം ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ എന്താണ് y ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. സോ അലോങ് റൂട്ട് എക്സ് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് ഇവിടെ എമ്മിന് 1 കൊടുക്കണം. എമ്മിന് 1 കൊടുക്കുമ്പോൾ 2/1 + 1 ദാറ്റ് ഈസ് 2/2 1 ലിമിറ്റ് എന്ത് കിട്ടി 1 കിട്ടി. സോ അലോങ് y ഈക്വൽ ടു റൂട്ട് എക്സ് ഞങ്ങൾക്ക് കർവിന്റെ ലിമിറ്റ് എന്താണ് കിട്ടിയത് 1 കിട്ടിയത്. പക്ഷെ ഇവിടെ 0 കിട്ടിയത്. സോ ഡിഫറെന്റ് കർവ് വേറെ കർവിൽ നിങ്ങൾക്ക് വേറെ ലിമിറ്റ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് കർവ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് ആവണമെന്നേ ഉള്ളൂ. രണ്ട് കർവ് കണ്ടുപിടിച്ചിട്ട് ഡിഫറെന്റ് ലിമിറ്റിന് കാണിച്ചാൽ മതി. ഡിഫറെന്റ് ലിമിറ്റ് ആണെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താവും എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇവിടെ എന്താവും ഓരോ എമ്മിനും ഡിഫറെന്റ് ലിമിറ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. സോ അതേപോലെ ഇവിടെ എല്ലാ എമ്മിനും പക്ഷെ സെയിം ലിമിറ്റ് ആണ്. പക്ഷെ സപ്പോസ് നിങ്ങൾ കർവ് എടുത്തു y ഈക്വൽ ടു എക്സ് എടുത്തു വിചാരിച്ചോ. y ഈക്വൽ ടു എക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കർവിന്റെ ലിമിറ്റ് എന്താണ് y ഈക്വൽ ടു എക്സ് പറഞ്ഞെങ്കിൽ എമ്മിന് 1 കൊടുത്തതാണ് ഇവിടെ. സോ എമ്മിന് 1 കൊടുത്തെങ്കിലും ഇവിടെ ലിമിറ്റ് എന്താണ് 0 തന്നെയാണ്. കാരണം ഈ അലോങ് ദിസ് കർവ് y ഈക്വൽ ടു mx ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് എമ്മിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇത് ഇൻഡിപെൻഡന്റ് ആണ്. സോ അലോങ് ദി കർവ് y ഈക്വൽ ടു എക്സ് ഓർ y ഈക്വൽ ടു 2x ഓർ 3x എനി കർവ് എടുത്തെങ്കിലും നിങ്ങൾക്ക് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് 0 തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ഈ കേസിൽ നിങ്ങൾക്ക് എമ്മിന്റെ വാല്യൂ ചേഞ്ച് ആവുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താവും ചേഞ്ച് ആവും. സോ ഞങ്ങൾക്ക് പറയാം വേറെ കർവില് വേറെ ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുന്നത്. സോ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി ഇത് ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് കണ്ടിന്യൂറ്റി ആണ് കോൺസെപ്റ്റ്. ഒരു ഫംഗ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ കണ്ടിന്യൂസ് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എ ഫംഗ്ഷൻ എഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. വൺ വേരിയബിൾ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് എ എന്തായിരിക്കണം ഡിഫൈൻഡ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് ഹാസ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം.
limit as x tending to a f of x. f of x ന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻഡിങ് ടു എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് തേർഡ് കണ്ടീഷൻ പറയുന്നത് ഈ ലിമിറ്റ് പറയുന്നത് ഈ എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കണം. അത് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിളിന്റെ കേസാണ്. സെയിം ഡെഫിനിഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾ വരുമ്പോൾ ഈ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എ ബി ഇഫ് ദിസ് ത്രീ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഉണ്ടാവും കണ്ടിന്യൂസ് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിരിക്കും പറയാം. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എ ബി എക്സിസ്റ്റ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എ ബി എന്തായിരിക്കണം? ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് എ ബി പറയുന്നത് ഡിഫൈൻഡ് ആയിരിക്കണം. ഡിഫൈൻഡ് ആയിരിക്കണം പറഞ്ഞെങ്കിൽ എ ബി പറയുന്ന പോയിന്റ് ഡൊമൈനിൽ ഉണ്ടാവണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സോ ഈ കണ്ടിന്യൂസ് പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഈ ലിമിറ്റിന്റെ കോൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ലിമിറ്റ് കാണുന്നത് അതൊക്കെ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എഫ് ഓഫ് എ ബി എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ് ടു എ ബി എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് തേർഡ് കണ്ടീഷൻ പറയുന്നത് ഈ രണ്ട് വാല്യൂസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഞങ്ങൾ എന്ത് പറയും? ഫങ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എ ബി എന്ന് പറയും. സോ ഇത് കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അപ്പൊ ഇത് കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ ആണ്. ഇനി സ്ക്യൂസ് തിയറം. ഇത് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ ഉള്ള സെയിം തിയറം തന്നെയാണ്. പക്ഷെ ഇവിടെ ടു വേരിയബിൾസ് ഉണ്ടെന്നുള്ളൂ. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ആയിരിക്കും. ആ ഫംഗ്ഷൻ ഇൻ ബിറ്റ്വീൻ ടു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ജി ആൻഡ് എച്ച്, അങ്ങനെ ആയിട്ട് ഈ ഫംഗ്ഷൻ ഒരു ലിമിറ്റിലേക്ക് കൺവേർട്ട് L1ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് വേറെ ലിമിറ്റ് L2 ആണ്. രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ അറ്റ് പോയിന്റ് പർട്ടിക്കുലർ പോയിന്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താവും? സെയിം L തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇഫ് G is less than or equal to F less than or equal to H for all xy not equal to x naught. That is xy approaching to x naught y naught എന്നാണ് ഞങ്ങൾ പറയുന്നത്. സോ in a disk centered at x naught y naught, and if this limit as xy tending to x naught y naught g of xy ഉം അതേപോലെ limit xy tending to x naught y naught h of xy exist ചെയ്ത് and ഈക്വൽ ആണെങ്കിൽ ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഫംഗ്ഷൻസിന്റെ ലിമിറ്റും സെയിം ആയിരിക്കും. ഇത് സ്ക്യൂസ് തിയറം. നിങ്ങൾക്ക് ലിമിറ്റ് കാണാനുള്ള വേറൊരു മെത്തഡാണ്. സോ ഈ സ്ക്യൂസ് തിയറം നിങ്ങൾക്ക് യൂസ് ആക്കാം ലിമിറ്റ് കാണാൻ വേണ്ടി. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് limit of x cube by x square plus y square as xy tending to 0 0. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സോ ഇത് നോക്കാം. ഇവിടെ x ഈക്വൽ ടു 0 കൊടുത്ത x ഈക്വൽ ടു 0യും y ഈക്വൽ ടു 0 കൊടുത്തെങ്കിൽ 0/0 ഫോം ആണ്. സോ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് ഇവിടെ. ഇതിന്റെ മോഡുലസ് എടുത്താൽ മോഡുലസ് ഓഫ് f of xy, that is മോഡുലസ് ഓഫ് x cube by x square plus y square. ഇതിന്റെ മോഡുലസ് ഇതിപ്പോ പോസിറ്റീവ് ടേം ആണ്. സോ പോസിറ്റീവ് ടേമിന്റെ മോഡുലസ് പറഞ്ഞെങ്കിൽ അത് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. സോ ഇതിന്റെ ഏതാ? മോഡുലസ് ഓഫ് x ക്യൂബ് ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഏതാ? ഇനി this one is less than or equal to മോഡുലസ് ഓഫ് x ക്യൂബ് ബൈ x സ്ക്വയർ. കാരണം we have always x square plus y square is greater than or equal to x square. So reciprocal എടുക്കുമ്പോൾ 1/x square plus y square പറയുന്നത് less than or equal to 1/x square ആയിരിക്കും. ഇനി ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. സോ പോസിറ്റീവ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് x ക്യൂബ് divided by x square plus y square is less than or equal to modulus of x cube divided by x square കിട്ടും. സോ ഈ എന്ത് കിട്ടി ഞങ്ങൾക്ക്? മോഡുലസ് ഓഫ് f of xy less than or equal to modulus of x cube divided by x square കിട്ടി. ദാറ്റ് ഈസ് ഇനി ഇതൊരു റിയൽ നമ്പർ ആണ്. കാരണം ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾ ആണ്. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം a subset of R2 to R ആണ്. സോ f of xy റിയൽ നമ്പർ ആണ്. സോ മോഡുലസിന്റെ ഡെഫിനിഷൻ യൂസ് ആക്കിയിട്ടാകുമ്പോൾ ഇത് എന്ത് കിട്ടി? minus mod x cube modulus of f of xy less than or equal to modulus of x cube by x square എന്ന് കിട്ടി. സോ മോഡുലസ് ഡെഫിനിഷൻ യൂസ് ആക്കിയിട്ടാകുമ്പോൾ മൈനസ് മോഡ് x cube divided by x square divided less than or equal to f of xy which is less than or equal to modulus of x cube by x square. ഇനി ഇത് g ആയിട്ട് എടുക്കാം, ഇത് h ആയിട്ട് എടുക്കാം. രണ്ട് ഫംഗ്ഷൻ കിട്ടി. എഫിന് ഇൻ ബിറ്റ്വീൻ ടു ഫംഗ്ഷൻസ് കിട്ടി ഞങ്ങൾക്ക്. ഇനി ഇതിന്റെ ലിമിറ്റ് കാണണം. ഇതിന്റെ ലിമിറ്റ് സെയിം ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? ആ ലിമിറ്റ് തന്നെ ആയിരിക്കും. ഇനി ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തെങ്കിലും പറയാൻ കഴിയുമോ?
ആസ് ഞങ്ങൾക്ക് കാണേണ്ടത് ആസ് xy ടെൻഡിങ്സ് ടു 0 0 ആണ്. ആസ് xy ടെൻഡിങ് ടു 0 0 ആണ് കാണേണ്ടത്. സോ ആസ് xy ടെൻഡിങ് ടു 0 0 ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് 0 ആയിരിക്കും. കാരണം ഇത് മോഡുലസ് ഓഫ് എക്സ് ക്യൂബ്, മോഡുലസ് ഓഫ് എക്സ് ക്യൂബ് പറഞ്ഞെങ്കിൽ അതിന്റെ വാല്യൂ ഐദർ എക്സ് ക്യൂബ് ആയിരിക്കും ഓർ മൈനസ് എക്സ് ക്യൂബ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് പ്ലസ് ഓർ മൈനസ് എക്സ് ക്യൂബ് ആയിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് ആവും, ഇവിടെ പ്ലസ് ഓർ മൈനസ് എക്സ് ക്യൂബ്. രണ്ട് കേസിലും ന്യൂമറേറ്ററിന്റെ വാല്യൂ ഐദർ പ്ലസ് ഓർ മൈനസ് എക്സ് ക്യൂബ് ആയിരിക്കും. സോ ഡിനോമിനേറ്റർ എന്താണുള്ളത്? എക്സ് സ്ക്വയർ. സോ ഈ ഫംഗ്ഷന്റെ ഫോം പറഞ്ഞെങ്കിൽ എപ്പോഴും പ്ലസ് ഓർ മൈനസ് എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെ ഇതെന്താവും? ഈ ഫംഗ്ഷന്റെ വാല്യൂ പറഞ്ഞെങ്കിൽ പ്ലസ് ഓർ മൈനസ് എക്സ് ആയിരിക്കും. ഇനി ലിമിറ്റ് ആസ് xy ടെൻഡിങ്സ് ടു 0 0 ആണ് കാണേണ്ടത്. സോ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 തന്നെ. എക്സ് ഈക്വൽ ടു 0 കൊടുത്തെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താവും? എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആയി. സോ ഈ രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആണ്. സോ ബൈ സ്ക്യൂസ് തിയറം ഞങ്ങൾക്ക് പറയാം ലിമിറ്റ് ആസ് xy ടെൻഡിങ്സ് ടു 0 0 എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പറയുന്നത് 0 തന്നെയാണ്. സോ സ്ക്യൂസ് തിയറം ഞങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം ലിമിറ്റ് കാണാൻ വേണ്ടി. ഒരു ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷന്റെ ഇൻ ബിറ്റ്വീൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാം, കണ്ടിട്ട് അത് ഈക്വൽ ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ദാറ്റ് ലിമിറ്റ് എന്ന് പറയാം. ഇനിയാണ് മെയിൻ ഇതുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇതിപ്പോ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലെറ്റ് ഡി ബി എ സബ്സെറ്റ് ഓഫ് R2 and f from D to R be a real valued function. D be a subset of R2 and f from D to R be a real valued function of two independent variable x and y. And AB പറയുന്ന പോയിന്റ് ഡൊമൈനിലുള്ള പോയിന്റ് ആണ് AB പറയുന്നത്. ഇനി ഈ ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഈ ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് പറയുമ്പോൾ ഞങ്ങൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എടുക്കുന്നത്. കാരണം ഇവിടെ ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉള്ളത് എക്സും വൈയും. സോ ഈ ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എ ബി എക്സിസ്റ്റ് ചെയ്യണം പറഞ്ഞെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് കൊമ ബി മൈനസ് എഫ് ഓഫ് എ ബി. ഇവിടെ എയും ബിയും പറയുന്നത് ഏത് പോയിന്റിലാണോ കാണേണ്ടത് ആ പോയിന്റ് ആണ്. That is, if limit h tends to 0, f of a plus h, comma b minus f of ab divided by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പറയും ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് പോയിന്റ് എ ബി എക്സിസ്റ്റ് ചെയ്യുമെന്ന്. ആൻഡ് ആ ലിമിറ്റ് ആയിരിക്കും അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്. ആൻഡ് ഇതിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം പെർട്ടിക്കുലർ പോയിന്റ് എ ബി അല്ലെങ്കിൽ മോസ്റ്റ് ഈ ആണ്. സോ ഇത് കാണാനുള്ള ഫോർമുല ആണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് കോമ ബി മൈനസ് എഫ് ഓഫ് എ ബി ഡിവൈഡ് ബൈ എച്ച്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് പോയിന്റിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. സിമിലർലി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ലിമിറ്റ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയും പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് എ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. സപ്പോസ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാം പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓർ വൈ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റിന്റെ കേസാണ് പറയുന്നത്, മൊത്തം ഡൊമൈനിന്റെ കേസ് അല്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈന്റെ ഡെഫിനിഷൻ ലിമിറ്റ് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് വേണമെങ്കിൽ യൂസ് ആക്കാം. ഞാൻ ജസ്റ്റ് വേരിയബിൾ ചേഞ്ച് ആക്കിയേ ഉള്ളൂ. ലിമിറ്റ് കെ ടെൻസ് ടു 0 എഫ് ഓഫ് എ കോമ ബി പ്ലസ് കെ. ഇവിടെ വേരിയേഷൻ ഉണ്ടാകുന്നത് വൈന്റെ കോർഡിനേറ്റിലാണ്. ഇൻ കേസ് ഓഫ് എക്സിന്റെ കേസിൽ വരുമ്പോൾ വേരിയേഷൻ ഉണ്ടാകുന്നത് എക്സിന്റെ കോർഡിനേറ്റിലാണ്. സോ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. വൈന്റെ കേസിലാവുമ്പോൾ വൈന്റെ കോർഡിനേറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും. എഫ് ഓഫ് എ കോമ ബി പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എ ബി ഡിവൈഡഡ് ബൈ കെ. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പറയും പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ അറ്റ് എ ബി എക്സിസ്റ്റ് ചെയ്യുമെന്ന്. ഇനി ഡിഫറൻഷ്യബിലിറ്റി ആണ്. സോ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻ കേസ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾ കേസിൽ. സോ എഫ് ഒരു ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾ ആണ്. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എനി പോയിന്റ്. ഏതൊരു ഇത് ആർബിട്രറി എടുത്ത പോയിന്റ് എ ബി ആണ്. ഈ എ ബി പറയുന്ന പോയിന്റിൽ ഇത് പർട്ടിക്കുലർ കേസിന്റെ കാര്യമാണ് പറയുന്നത്.
ഇതും അതേ സെയിം ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എ ബിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഫംഗ്ഷൻ ഡിഫറൻഷിയബിൾ അറ്റ് എനി പെർട്ടിക്കുലർ പോയിന്റ് എ ബി എന്ന് പറയണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എച്ച് കെ ടെൻഡിങ് ടു 0 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് ബി പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എ ബി മൈനസ് ആൽഫ എച്ച് മൈനസ് ബീറ്റ കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ ആൽഫ പറയുന്നത് എഫ് എക്സ് ആണ്, ബീറ്റ പറയുന്നത് എഫ് ഐ ആണ്. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഞങ്ങൾ പറയും ഈ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷിയബിൾ അറ്റ് എ ബി ആണ്. ഇനി നോക്കാം, ഇത് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷിയബിൾ ആണ്. സോ ഇനി സപ്പോസ് എഫ് ഡിഫറൻഷിയബിൾ ആണെന്ന് വിചാരിച്ചു. എഫ് ഈസ് ഡിഫറൻഷിയബിൾ അറ്റ് പോയിന്റ് എഫ് ഈസ് ഡിഫറൻഷിയബിൾ അറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എ ബി. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ആൻഡ് ഈക്വൽ ടു 0 ആണ്. ഈ 0 ആവണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞെങ്കിൽ ഈ ന്യൂമറേറ്റർ മൊത്തം എക്സിസ്റ്റ് ചെയ്യണം, മീൻസ് ഡിഫൈൻഡ് ആയിരിക്കണം. ഈ ഡിഫൈൻഡ് ആയിരിക്കണം മീൻസ് ഈ ആൽഫയും ബീറ്റയും എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എഫ് എക്സ് എഫ് ഐ എക്സിസ്റ്റ് ചെയ്യണം അറ്റ് എ ബി ആയിരിക്കണം. എ ബി ദാറ്റ് മീൻസ് ഇഫ് എഫ് ഈസ് ഡിഫറൻഷിയബിൾ ദിസ് ഹോൾ ന്യൂമറേറ്റർ മസ്റ്റ് ബി എക്സിസ്റ്റ് ചെയ്യണം. ചെയ്താൽ എന്താവും, ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഈ ആൽഫയും ബീറ്റയും എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഐയും എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് എഫ് ഈസ് ഡിഫറൻഷിയബിൾ അറ്റ് എ ബി then fx and fi is also exist എന്ന് പറയാം. ഇത് സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല. എഫ് ഡിഫറൻഷിയബിൾ ആണെങ്കിൽ എഫ് എക്സ് അറ്റ് എ ബിയും എഫ് ഐ അറ്റ് എ ബിയും എക്സിസ്റ്റ് ചെയ്യും. തിരിച്ചിട്ടാവണമെന്നില്ല. എഫ് എക്സും എഫ് ഐയും എക്സിസ്റ്റ് ചെയ്താൽ എഫ് ഡിഫറൻഷിയബിൾ ആവണമെന്നില്ല. പക്ഷെ എഫ് ഡിഫറൻഷിയബിൾ ആണെങ്കിൽ ഈ എഫ് എക്സും എഫ് ഐയും എന്തായിരിക്കണം, എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ എ നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ടു, നെസസറി ആണ്, സഫീഷ്യന്റ് അല്ല, എഫ് ഓഫ് എക്സ് വൈ to be differentiable at any point, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എ ബിയില് ഡിഫറൻഷിയബിൾ ആണെങ്കിൽ ബോത്ത് എഫ് എക്സ് അറ്റ് എ ബിയും എഫ് ഐ അറ്റ് എ ബിയും എന്തായിരിക്കും, എക്സിസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കോൺസെപ്റ്റ് ആണ് യൂസ് ആക്കുന്നത്. ഇഫ് വൺ ഓഫ് എഫ് എക്സ് അറ്റ് എ ബി ഓർ എഫ് ഐ അറ്റ് എ ബി, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ബോത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം എഫ് ഡിഫറൻഷിയബിൾ അല്ല. കാരണം എഫ് ഡിഫറൻഷിയബിൾ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടണം, എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഐ എക്സിസ്റ്റ് ചെയ്യണം. സോ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം എഫ് എന്താണ്, ഡിഫറൻഷിയബിൾ അല്ലാന്ന്. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് ആണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ ഉള്ള കേസിനെ പോലെ തന്നെ എഫ് ഡിഫറൻഷിയബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ തിരിച്ചിട്ടാവണമെന്നില്ല. സോ ഇത്ര കോൺസെപ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്. സോ ഞാൻ ഇത്ര ഡിഫൈൻ ചെയ്തത് ഫസ്റ്റ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ലിമിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞെങ്കിൽ ഒന്നുകൂടി പറയാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് പാത്തിലൂടെയും ഏത് കേർവിലൂടെയും ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ കേർവിലൂടെയും ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇത് ഈക്വൽ ആയിരിക്കും. അതാണ് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള മീനിങ്. ഇനി ലിമിറ്റ് കണ്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂസിന്റെ കണ്ടീഷൻസ് ആണുള്ളത്. കണ്ടിന്യൂസിന് കണ്ടീഷൻ, ഫസ്റ്റ് വൺ എഫ് ഓഫ് എ ബി എക്സിസ്റ്റ് ചെയ്യണം, സെക്കൻഡ് വൺ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, തേർഡ് വൺ ഈക്വൽ ആയിരിക്കണം. അതായത് പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ എഫ് ഓഫ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് എ ബി എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയും. ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതേപോലെ ഇത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഇനി ഡിഫറൻഷിയബിലിറ്റി, എഫ് ഡിഫറൻഷിയബിൾ ആവണമെങ്കിൽ ഈ ലിമിറ്റ് 0 ആയിരിക്കണം. സോ മോസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഡിഫറൻഷിയബിലിറ്റി, കണ്ടിന്യൂസ് ഈ മൂന്നിന്റെ കോമ്പിനേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലും അതിലൊക്കെ ചിലപ്പോൾ 4.75 CS നെറ്റ് എക്സാമിനാകുമ്പോൾ 4.75 മാർക്കൊക്കെ ഉണ്ട് ഈ ഒരു ഒറ്റ ചോദ്യത്തിന്. സോ ഈ മൂന്ന് കോൺസെപ്റ്റ് ഒന്നിച്ച് കമ്പൈൻ ആയിട്ട് ആയിരിക്കും ചോദിക്കുന്നത്. ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ടെസ്റ്റ് ദി കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ അറ്റ് 1, 2. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ കിട്ടണോ ആർക്കെങ്കിലും? ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ x² + 4y when xy is not equal to 1, 2 and 0 when xy equal to
1 2 പറയുന്ന പോയിന്റിൽ 0 ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നു. ബാക്കി എല്ലാ പോയിന്റ്സിലും x² + 4y ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നു. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ ചെയ്തിരുന്നോ? കണ്ടിന്യൂസ് അല്ലല്ലോ. യെസ്, കണ്ടിന്യൂസ് അല്ല. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് f(ab) എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ f(1) ആണ് കാണേണ്ടത്. സോ f(1) പറഞ്ഞെങ്കിൽ ഇവിടെ 0 ആണ്. സോ f(1) ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. ഇനി സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ ലിമിറ്റ് xy ടെൻഡിങ്സ് ടു 1 to f(xy) എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ലിമിറ്റ് xy ടെൻഡിങ്സ് ടു 1 to f(xy) പറഞ്ഞെങ്കിൽ ഇത് xy ടെൻഡിങ്സ് ടു 1 to x² + 4y. ഇത് സാധാരണ പോളിനോമിയലിന്റെ ലിമിറ്റ്സിലോ വെച്ചിട്ട് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ ലിമിറ്റ് 9 കിട്ടും. സോ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ f(1) ഡിഫൈൻഡ് ആണ്, 0 ആണ്. സെക്കൻഡ് കണ്ടീഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ഉണ്ട്. തേർഡ് കണ്ടീഷൻ എന്താണ്? ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ f(1) പറയുന്നത് 0 ആണ്, ഈ ലിമിറ്റ് 9 ആണ് കിട്ടിയത്, ഡിഫറെന്റ് ആണ്. സോ ഈ ഫംഗ്ഷൻ എന്താണ്? നോട്ട് കണ്ടിന്യൂസ് അറ്റ് 1 2. നെക്സ്റ്റ് വൺ, ദിസ് വൺ, x² + y² divided by √(x² + y² + 1 - 1). ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. കണ്ടിന്യൂസ് ആണോ ഇത്? കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂസ് ആണോ? അല്ലേ? ആണ് അല്ലേന്ന് കിട്ടുന്ന ആർക്കെങ്കിലും? അല്ലാണ് കിട്ടിന? കണ്ടിന്യൂസ് അല്ലേ? എന്താണ് ഏത് കണ്ടീഷനാണ് വയലേറ്റ് ചെയ്തത്? 3 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ f(ab) ഡിഫൈൻഡ് ആണോ നോക്കണം. സെക്കൻഡ് വൺ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. തേർഡ് വൺ ഈക്വൽ ആയിരിക്കണം. ഇതിൽ 3 കണ്ടീഷനിൽ ഏത് കണ്ടീഷനാണ് കിട്ടാത്തത്, മീൻസ് ഡിഫറെന്റ് ആയിട്ട് കിട്ടിയത്? ഈക്വൽ അല്ലേ? ഈക്വൽ കിട്ടി അല്ലേ? നോക്കാം ഞങ്ങക്ക്. സോ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ് ലിമിറ്റ് കിട്ടിയത്? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് കിട്ടിയത്? 1/2. ഓക്കെ, നോക്കാം. സോ ഇവിടെ x² + y² കണ്ടിന്യൂസ് ആണെന്ന് ആർക്കെങ്കിലും കിട്ടിയോ? ലിമിറ്റ് എന്താണ് കിട്ടിയത് ഇതിന്റെ? 2 ആ കിട്ടിയത്. കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ. യെസ്, 1/2 എങ്ങനെ കിട്ടിയത്? 1/2 പറഞ്ഞാല് എങ്ങനെയാണ് ഇതിന് ലിമിറ്റ് കണ്ടത്? ഇപ്പൊ ഡയറക്റ്റ് 0 0 കൊടുത്താൽ ഓക്കെ, x² + y² 6 എന്ന് വിളിച്ചെങ്കിൽ r/√(r² + 1 - 1). അതിനെ പിന്നെ സിംഗിൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 1/2 വരും. r tending to 0 + r² + 1/. അപ്പൊ അത് 0 ആയില്ലേ? 0/0 അതിനെ ലൂപ്പിനോട് അപ്ലൈ ചെയ്ത് വരുമ്പോ ഏത് അപ്ലൈ? LH റൂൾ അപ്ലൈ ആക്കിയതാടാ? അതെ. നീ ആദ്യം ചേഞ്ച് ആക്കിയില്ലേ x² + y² ആറിലേക്ക്? അതെ, r tends to 0 +. r tending to 0 എന്ന് കിട്ടി. ഞാൻ ചെയ്തത് പറയാ. ലിമിറ്റ് xy tending to 0 0 ഇത് ഡയറക്റ്റ് ആയിട്ട് 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ ഇവിടെ x-ന് 0 കൊടുക്കുമ്പോൾ y-ക്ക് 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0 ആയി. അതേപോലെ ഡിനോമിനേറ്റർ എന്താവും? ഇവിടെ 0 ആയി. സോ √1 ആണ്. സോ 1 ആയി. 1 - 1 0 ആയി. സോ 0/0 ഫോം, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് കിട്ടിയത് ഇവിടെ. ഇനി ഈ കേസിൽ ഇതെന്താക്കി? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇതിന്റെ കോൺജുഗേറ്റ് ആകുമ്പോൾ √(x² + y² + 1 + 1) ഡിവൈഡഡ് ബൈ √(x² + y² + 1 + 1) മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ ഈ ഡിനോമിനേറ്റർ ഇതെന്താവും? a - b × a + b ന്റെ ഫോമിലാണുള്ളത്. സോ ഈ ഡിനോമിനേറ്റർ പറയുന്നത് ഇത് a - b × a + b ആണ്. സോ ഇതെന്താവും? a² - b² ആണ്. സോ a² പറയുമ്പോൾ ഇത് x² + y² + 1 - 1 ആണ്. b² b പറയുന്നത് 1 ആണ്. സോ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ വെച്ചു.
ഇനി ഇത് 1 - 1 0 ആയി. 0 ആയിട്ട് x² + y² ഇവിടെ ക്യാൻസൽ ചെയ്തു. സെയിം ടേം ആണ്. x² + y² ഉണ്ട്, ഡിനോമിനേറ്ററിലും x² + y² ഉണ്ട്. സോ അത് ക്യാൻസൽ ചെയ്തു. സോ ബാക്കിയുള്ള റിമൈനിങ് ടേം √(x² + y² + 1 + 1 ആണ്. ഇനി എക്സിനും വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇതെന്താവും √1 + 1 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. 2 എന്ന് പറയുന്നത് f(0,0) ആണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് f(0,0) ആണ്, 2 തന്നെയാണ്. സോ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് കിട്ടി. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് 0,0 ആണ്. ഇവിടെ ജസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ആക്കിയത് a - b × a + b ന് a² - b² അപ്ലൈ ആക്കി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടാകുമ്പോൾ 2 ന് കിട്ടി. അത് f(0,0) ഈക്വൽ ആണ്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് 0,0 കിട്ടി. ഇത് നെക്സ്റ്റ് വൺ. ഇതെന്താണ് കിട്ടിയത്? ആർക്കെങ്കിലും ആൻസർ ചെയ്തിനോ ആരെങ്കിലും? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, xy / x² + y². xy not equal to 0 ആവും, and xy equal to 0 ആവുമ്പോൾ 0 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫംഗ്ഷന്റെ ചില 4 പ്രോപ്പർട്ടീസ് ട്രൂ ആണോ ഫോൾസ് ആണോ ചോദിച്ചു. ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂസ് ആണോ, അല്ലെങ്കിൽ തേർഡ് വൺ fx ഉം fy ഉം ഡസ് നോട്ട് എക്സിസ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ f ഈസ് നോട്ട് ഡിഫറൻഷിയബിൾ. സോ ഏത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് ചോദിച്ചത്. ചെയ്തിനോ ആരെങ്കിലും? കണ്ടിന്യൂസ് അല്ലല്ലോ. കണ്ടിന്യൂസ് അല്ല, പിന്നെ വേറെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കണ്ടിന്യൂസ് അല്ല പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ആണെയോ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, ഇത് ഡിസ്കാർഡ് ചെയ്യുക. ഇനി ബാക്കി fx fy കിട്ടിയോ? ആൻഡ് f is not continuous അല്ലെങ്കിൽ കണ്ടിന്യൂസ് if f is not continuous then ഓട്ടോമാറ്റിക് ആയിട്ട് പറയാം f is not differentiable ആണ്. നോക്കാം, പ്രോബ്ലം നോക്കാം. ഇവിടെ fx ഉം fy ഉം ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ fx fy ചോദിച്ചിന്. അത് അതേപോലെ ഡിഫറൻഷിയബിളും ചോദിച്ചിന്. ഡിഫറൻഷിയബിളും കാണണമെങ്കിൽ ഞങ്ങൾക്ക് fx fy ന്റെ യൂസ് ഉണ്ട്. സോ fx ന്റെ ഡെഫിനിഷൻ പ്രകാരം fx at 0,0 ആണ് കാണേണ്ടത്. ab പറയുന്ന പോയിന്റ് 0,0 ആണ്. സോ fx at 0,0. ഇനി fx ന്റെ ഡെഫിനിഷൻ എന്താണ്? limit h tends to 0 f of a plus hb minus f of ab divided by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്താൽ fx at അവിടെ പോയിന്റ് പറഞ്ഞത് 0,0 ആണ്. സോ എക്ക് 0 ബിക്ക് 0 കൊടുക്കണം. സോ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ fx at 0,0 എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയും. പിന്നെ അതേപോലെ fy at 0,0 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ എക്ക് 0 ബിക്കും 0 കൊടുത്തിട്ട് ലിമിറ്റിന്റെ വാല്യൂ കാണണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ fy at 0,0 എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയും. സോ ഇനി fx at 0,0 കാണാം. fx at 0,0 ആകുമ്പോൾ ലിമിറ്റ് h tends to 0 f of a plus h. സോ a പറയുന്നത് 0 ആണ് ഇവിടെ. സോ 0 plus h, 0 minus f of ab. f of ab പറയുന്നത് 0,0 ആണ്, ഡിവൈഡ് ബൈ h. ഇനി f of h0 പറഞ്ഞെങ്കിൽ ഇവിടെ h0 പെയർ h0 നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഈ ഡെഫിനിഷൻ യൂസ് ആക്കണം. x ഈക്വൽ ടു h ആൻഡ് y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്റർ എന്തായി 0 ആയി. കാരണം ഇവിടെ y 0 ആണ്. സോ y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ മൊത്തം ടേം എന്തായി 0 ആയിട്ട് ചേഞ്ച് ആയി. സോ ഈ ടേം എന്തായി 0 ആയി. സോ 0 - 0 0 ആയി. സോ fx at 0,0 എന്തായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ ഞങ്ങൾക്ക് അപ്പൊ തന്നെ ഈ തേർഡ് കണ്ടീഷൻ എന്താക്കാം, ഡിസ്കാർഡ് ചെയ്യാം. കാരണം ഇവിടെ പറഞ്ഞത് fx ഉം fy ഉം ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന്. ഇത് കാണുന്നതല്ല നിങ്ങൾക്ക്. കാരണം എത്ര ടൈം സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര ടൈം നല്ലതാണ്. എക്സാമിന്റെ ടൈമില് ഞാനിവിടെ കണ്ടിന് fy at 0,0 ഉം അതേപോലെ കാണാം. ലിമിറ്റ് h tends to 0 f of a പറയുന്നത് 0, ഞാനിവിടെ h യൂസ് ആക്കിയത്. നിങ്ങൾക്ക് k ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ആക്കാം. f of a 0, b plus h, p യും 0 ആണ്. സോ b plus h പറഞ്ഞെങ്കിൽ h plus 0 മൈനസ് f of 0 ഡിവൈഡഡ് ബൈ h. ഇനി ഇവിടെ f of 0 h ആണ്. f of 0 h. സോ 0 h ആവുമ്പോൾ x ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ
ഫംഗ്ഷൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ന്യൂമറേറ്റർ എന്താവും 0 ആയിട്ട് ചേഞ്ച് ആവും. കാരണം x ഈക്വൽ ടു x ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു h. സോ x ന്യൂമറേറ്ററിൽ ഉണ്ട്. സോ 0 കൊടുക്കുമ്പോൾ ഈ മൊത്ത ടേം എന്തായി 0 ആയിട്ട് ചേഞ്ച് ആയി. സോ ഇത് 0 ആയി. f(0) അതേപോലെ ഡിഫൈൻ ആക്കിയിട്ടുള്ളത് 0 തന്നെയാണ്. സോ 0 മൈനസ് 0 കിട്ടി, ദാറ്റ് ഈസ് 0 കിട്ടി. സോ ബോത്ത് എഫ്(x) ഉം എഫ്(y) ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈക്വൽ ടു 0 കിട്ടി. സോ തേർഡ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി ഡിസ്കാർഡ് ചെയ്തു. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ എഫ്(x) അല്ലെങ്കിൽ എഫ്(y) ഡസ് നോട്ട് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടിയെന്ന് വിചാരിച്ചോ. എഫ്(x) ഈസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം എഫ് ഈസ് ഓൾസോ നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന്. കാരണം നേരത്തെ പറഞ്ഞ റിസൾട്ട് പോലെ തന്നെ എഫ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ബോത്ത് എഫ്(x) ഉം എഫ്(y) എന്തായിരിക്കണം എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് എഫ്(x) ആദ്യം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. ഇവിടെ എഫ്(x) ഉം എഫ്(y) ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ തേർഡ് ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്തു. ഇനി കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻഷ്യബിലിറ്റിന്റെ ആ ഡെഫിനിഷൻ യൂസ് ആക്കാം. ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ടു 0 ആയിരിക്കണം. സോ ഈ ലിമിറ്റ് യൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ആക്കാം. ഞാനിവിടെ വേറെ മെത്തേഡാണ് ചെയ്തത്. ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് ഇതിന്റെ ഈ ഫംഗ്ഷന്റെ. സോ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ എന്തായിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓരോ @0,0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. സോ f(0,0) ഡിഫൈൻഡ് ആണ് 0. സോ സെക്കൻഡ് കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. സോ അതിനുവേണ്ടി ഒരു കർവ് എടുത്തു, y ഈക്വൽ ടു mx. ഈ കർവ് 0,0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഈ കർവിലൂടെ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടു. ലിമിറ്റ് കാണാൻ വേണ്ടി ഫംഗ്ഷൻ ഇതാണ് തന്നിട്ടുള്ളത്, xy/x² + y². സോ അലോങ് ദിസ് കർവ് ഞാൻ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണണം. സോ y ഈക്വൽ ടു mx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്തായി, xy ടെൻഡിങ് ടു 0,0 എന്നുള്ളത് എക്സ്റ്റെൻഡിങ് ടു 0 എന്നായി. ഇതിങ്ങനെ ഏതാ, എക്സ്റ്റെൻഡിങ് ടു 0 ഏതാ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x ഇൻറ്റു y പറഞ്ഞെങ്കിൽ mx. സോ x ഇൻറ്റു mx കിട്ടും, ദാറ്റ് ഈസ് mx² ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിലും x² + y² പറഞ്ഞെങ്കിൽ m² x². സോ ഇവിടെ x² കോമൺ ആണ്, ക്യാൻസൽ ചെയ്തിട്ടാകുമ്പോൾ ബാക്കി m/1 + m² കിട്ടി. സോ അലോങ് ദി കർവ്, ഈ m പറയുന്നത് റിയൽ നമ്പർ ആണ്, ഫിക്സ്ഡ് ആയിട്ടല്ല, ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തത് ഞാൻ. സോ അലോങ് ദിസ് കർവ് y ഈക്വൽ ടു mx, ഫംഗ്ഷന്റെ ലിമിറ്റ് m/1 + m² കിട്ടി. സോ ഇനി നോക്കാം, ഈ എമ്മിന്റെ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താവും, ലിമിറ്റ് എന്താവും, ചേഞ്ച് ആവും. സോ ഈ ലിമിറ്റ് എന്താണ്, എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് അല്ല. സോ m ഈക്വൽ ടു 1 ആവുമ്പോൾ കർവ് എന്തായി, y ഈക്വൽ ടു x. y ഈക്വൽ ടു x 0,0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ അലോങ് ദി കർവ് y ഈക്വൽ ടു x we get the limit has 1/2. and also for m ഈക്വൽ ടു 2 ആവുമ്പോൾ കർവ് എന്താണ്, y ഈക്വൽ ടു 2x ആണ്. സോ അലോങ് ദി കർവ് y ഈക്വൽ ടു 2x ലിമിറ്റ് എന്താണ്, m ന് 2 കൊടുക്കുമ്പോൾ ഇവിടെ 2/5 കിട്ടും. സോ അലോങ് ദി കർവ് y ഈക്വൽ ടു 2x we get 2/5. ഇനി ഈ m ന് വേറെ ഏത് വാല്യൂ കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ഡിഫറെന്റ് ലിമിറ്റ് ആണ് കിട്ടുന്നത്. സോ ഈ ലിമിറ്റ് എന്താവും, ചേഞ്ച് ആയിക്കോണ്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് എന്താവണം, ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ യുണീക്ക് ഒറ്റ സെയിം ലിമിറ്റ് ആണ് കിട്ടേണ്ടത് അലോങ് എനി കർവ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. സോ ഈ കേസിൽ എന്തായി, ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. സോ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറയുമ്പോൾ ആ സെക്കൻഡ് കണ്ടീഷൻ വയലേറ്റ് ആയി. സോ ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0,0. സോ എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ എഫ് എന്തായി, ഡിഫറൻഷ്യബിളും അല്ല. ഇനി ഈ കേസിൽ ചിലപ്പോ ഡിഫറൻഷ്യബിലിറ്റിന്റെ ഡെഫിനിഷൻ യൂസ് ആക്കിയിട്ട് ഡിഫറൻഷ്യബിലിറ്റി കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യബിൾ കിട്ടിയെന്ന് വിചാരിച്ചു. ആ ലിമിറ്റ് ഡിഫറൻഷ്യബിളിന്റെ ലിമിറ്റ് ഇല്ലേ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു ആൻഡ് ഈക്വൽ ടു 0 കിട്ടിയാൽ എഫ് എന്തായി, ഡിഫറൻഷ്യബിൾ ആണ്. സോ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, കണ്ടിന്യൂസ് ആവും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്താൽ 0 കിട്ടൂല, കാരണം ഈ ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ അല്ല. സോ 0 കിട്ടില്ല. സോ ഈ ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്തു. സോ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ കണ്ടിന്യൂസിന്റെ കണ്ടീഷൻസ് ഒക്കെ എന്താണ് ചെക്ക് ചെയ്യണം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പൊ കണ്ടിന്യൂസിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 ആൻസർ ഒന്നിച്ച് തന്നെ കിട്ടും. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസിന് കിട്ടും, അതേപോലെ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് എഫ് ഈസ് ഓൾസോ നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് കിട്ടും. സോ ഈ ഫംഗ്ഷൻ എന്താണ്,
f is not continuous. F is not continuous. So first one is true, and f is also f is not differentiable. So current option f is yes, f is differentiable. So first one and fourth one is option correct ആണ്. സോ ഫസ്റ്റ് ആദ്യം ഓപ്ഷൻ തന്നെങ്കിൽ ഏതാണ് ഈസി, എഫ് എക്സ് എഫ് ഐയും തന്നെങ്കിൽ അത് ഡയറക്റ്റ് കാണാം, കാരണം കുറച്ച് ടൈമിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനേ ഉള്ളൂ. സോ അത് വേഗം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒറ്റ ആൻസറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ആൻസർ കിട്ടും. ഇപ്പോ എഫ് എക്സും എഫ് ഐയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തായി, ഈ ഓപ്ഷൻ എന്തായി, സപ്പോസ് ഇത് ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോ ഈ സപ്പോസ് രണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞെങ്കിൽ ഇത് ട്രൂ ആയി. അതേപോലെ എഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞെങ്കിൽ എഫ് എന്തായി, ഡിഫറൻഷ്യബിളും അല്ല. സോ ഫോർത്ത് വൺ ഈസ് ഓൾസോ ഈ പ്രോബ്ലത്തിലാണ് പറയുന്നത്, ഫോർത്ത് വൺ ഈസ് ഓൾസോ കറക്റ്റ് ആയി. സോ ആദ്യം ഏതാണ് ഈസിയാണ് അത് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഇതും ജാമിൽ ചോദിച്ച ചോദ്യമാണ്. ഫ്രം R2 to R ഡിഫൈൻഡ് ബൈ f of xy equal to xy by mod x. x not equal to 0 ആകുമ്പോഴൊക്കെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് xy by mod x എന്നാണ്. അതർവൈസ് വേറെ എല്ലാ പോയിന്റ്സിലും അതർവൈസ് പറഞ്ഞെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ y ഏത് കോർഡിനേറ്റ് വേണമെങ്കിൽ ആവാം. ഇങ്ങനത്തെ എലമെന്റ്സിന്റെ 0, y ഏത് നമ്പർ വേണമെങ്കിൽ ആവാം. ഇങ്ങനത്തെ നമ്പേഴ്സിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, 0 ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ xy by mod x ആണ്. സോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ്. ആൻഡ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് at point 00 which of the following statement P or R is true. First one, f is not continuous, f is continuous, f is differentiable, f is first order partial derivative of f exists. So ഇത് ഞാനിപ്പോ ഫസ്റ്റ് ഓർഡർ എഫ് എക്സും എഫ് ഐയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇനി ഇതേപോലെ എഫ് എക്സ് എക്സ്, എഫ് ഐ വൈ, എഫ് എക്സ് വൈ, അതൊക്കെ കുറെ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാം, അതൊക്കെ വായിക്കുക. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കുറെ ഉണ്ട്. സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കേസ് മാത്രം, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രം. സോ ഇതും അതേപോലെ തന്നെ കണ്ടിന്യൂസ്, ഡിഫറൻഷ്യബിൾ ആൻഡ് പാർഷ്യൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഈ മൂന്ന് കോൺസെപ്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം തന്നിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ നോക്കാം, എക്സ് വൈ ബൈ മോഡ് എക്സ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 എന്തായിരിക്കും? എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 എക്സ് വൈ ബൈ മോഡ് എക്സ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്തായിരിക്കും? ഇത് നോക്കാം. ഈ മോഡ് എക്സിന്റെ വാല്യൂ പറഞ്ഞെങ്കിൽ ഓൾവേസ് പ്ലസ് ഓർ മൈനസ് എക്സ് ആയിരിക്കും. സോ ഈ ഫംഗ്ഷൻ ആക്ച്വലി എന്തായിരിക്കും? എക്സ് വൈ ബൈ പ്ലസ് ഓർ മൈനസ് മോഡ് എക്സ്. ഇത് ഫസ്റ്റ് ഈ കേസിലാണ് പറയുന്നത്. പ്ലസ് ഓർ മൈനസ് മോഡ് എക്സിന്റെ വാല്യൂസ് ഓൾവേസ് പ്ലസ് ഓർ മൈനസ് മോഡ് എക്സ് ആണ്. സോ എക്സ് വൈ ബൈ പ്ലസ് ഓർ മൈനസ് മോഡ് എക്സിന് കിട്ടും. സോ ഇത് പറഞ്ഞെങ്കിൽ ഇവിടെ എക്സ് എക്സ് ക്യാൻസൽ ആകുമ്പോൾ എന്താണ്? പ്ലസ് ഓർ മൈനസ് വൈ. സോ ആക്ച്വലി ഈ ഫംഗ്ഷൻ എന്താണ്? പ്ലസ് ഓർ മൈനസ് വൈ ആണ്. അത് ഡിപ്പെൻഡ് ഓൺ ഈ എക്സിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, പ്ലസോ അല്ലെങ്കിൽ മൈനസോ. സോ എക്സ് വൈ ബൈ മോഡ് എക്സ് പറഞ്ഞെങ്കിൽ പ്ലസ് ഓർ മൈനസ് വൈ ആണ്. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഹാസ് എക്സ്, ഇതിനെ ലിമിറ്റ് ഓരോരാൾക്ക് കുറെ മെത്തേഡ്സ് ഉണ്ടാവും. ഞാൻ ഈ മെത്തേഡാണ് ഉദ്ദേശിച്ചത്. ഇനി ലിമിറ്റ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0. എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 ആകുമ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്താണ്? ഇത് പ്ലസ് വൈ ആണെങ്കിലും മൈനസ് വൈ ആണെങ്കിലും വൈക്ക് 0 കൊടുക്കുമ്പോൾ ലിമിറ്റ് എന്തായി? 0 തന്നെ ആയി. സോ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0. കാരണം മോഡ് എക്സിന്റെ വാല്യൂ ഓൾവേസ് പ്ലസ് ഓർ മൈനസ് എക്സ് ആണ്. സോ ഇവിടെ ഈ ഫംഗ്ഷൻ ആക്ച്വലി ഡിസ് ഫംഗ്ഷൻ പറഞ്ഞെങ്കിൽ പ്ലസ് ഓർ മൈനസ് വൈ ആണ്, കാരണം എക്സ് എക്സ് ക്യാൻസൽ ചെയ്തിട്ട് പോകും. സോ പ്ലസ് ഓർ മൈനസ് വൈ ആണ്. സോ ഇത് പ്ലസ് ആയെങ്കിലും മൈനസ് ആയെങ്കിലും ആസ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് പറഞ്ഞെങ്കിൽ 0 കിട്ടും. So as limit xy tending to 0 0, the function xy by mod x പറയുന്നത് 0 ലേക്ക് ടെൻഡ് ചെയ്യും. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നെക്സ്റ്റ് കണ്ടീഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്താവണം? അത് ഈക്വൽ ആയിരിക്കണം. ഇവിടെ എഫ് ഓഫ് 0 0 എന്താണ്? എഫ് ഓഫ് 0 0
എഫ് ഓഫ് 0 പറയുമ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ് 0, വൈ കോർഡിനേറ്റ് ഈസ് ഓൾസോ 0. ഞങ്ങൾക്ക് ഇവിടെ നോക്കേണ്ടത് എക്സ് കോർഡിനേറ്റ് 0 ആണോ അല്ലയോ എന്ന്. സോ ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ഇതെന്താണ് ഫംഗ്ഷന്റെ വാല്യൂ 0. സോ എഫ് ഓഫ് 0 പറഞ്ഞത് 0 ആണ്. സോ ഞങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് എന്ത് കിട്ടി? 0 കിട്ടി. സോ ലിമിറ്റും 0 ആണ്, എഫ് ഓഫ് 0 ഡിഫൈൻഡും ആണ് ആൻഡ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. സോ ഞങ്ങൾക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 എന്താണ്? 0 ആണ്. കാരണം ഇവിടെ മോഡ് എക്സിന്റെ വാല്യൂ പറഞ്ഞെങ്കിൽ പ്ലസ് ഓർ മൈനസ് എക്സ് ആണ്. സോ ഇവിടെ എക്സ് എക്സ് ക്യാൻസൽ ആയിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇതന്നെ കിട്ടും. ആക്ച്വലി ഡിസ് ഫംഗ്ഷൻ പറഞ്ഞെങ്കിൽ പ്ലസ് ഓർ മൈനസ് എക്സ് ആണ്, സോറി പ്ലസ് ഓർ മൈനസ് വൈ ആണ്. ഇത് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇതെന്താണ്? 0 ആണ്. സോ ഫംഗ്ഷന്റെ ലിമിറ്റ് 0 ആണ്. ആൻഡ് അതേപോലെ എഫ് ഓഫ് 0 പറഞ്ഞെങ്കിലും 0 ആണ്. സോ രണ്ട് വാല്യൂസ് ഈക്വൽ ആണ്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. ഇവിടെ ചോദിച്ചത് വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സോ സെക്കൻഡ് വൺ ഈസ് ട്രൂ, ഫസ്റ്റ് വൺ ഈസ് ഫാൾസ്. ഇത് ഡിഫറൻഷ്യബിൾ ആണോ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി എഫ് എക്സിന്റെ ഡെഫിനിഷൻ യൂസ് ആക്കി എഫ് എക്സ് അറ്റ് 0 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡെഫിനിഷൻ യൂസ് ആക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. ഇവിടെ എ പറഞ്ഞെങ്കിൽ 0, ബിയും 0 ആണ്. സോ എ പ്ലസ് എച്ച് പറഞ്ഞെങ്കിൽ 0 പ്ലസ് എച്ച്, 0 പ്ലസ് എച്ച് എച്ച് ആണ്. ബി പറഞ്ഞെങ്കിൽ 0 മൈനസ് എഫ് ഓഫ് എ ബി. എഫ് ഓഫ് എ ബി പറഞ്ഞെങ്കിൽ എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എച്ച്. ഇനി എഫ് ഓഫ് H0 പറഞ്ഞാല് ഇവിടെ എക്സ് കോർഡിനേറ്റ് 0 അല്ല, എക്സ് കോർഡിനേറ്റ് നോട്ട് ഈക്വൽ ടു 0. സോ ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ആക്കണം. ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ആക്കുമ്പോൾ ഇവിടെ കാണേണ്ടത് എഫ് ഓഫ് H0 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു എച്ച് ആൻഡ് വൈ ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു എച്ചും വൈ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇതെന്തായി? മൊത്ത ടേം എന്തായി? 0 ആയി. എക്സ് ഈക്വൽ ടു എച്ച് ആൻഡ് വൈ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ മൊത്ത ടേം എന്തായി? 0 ആയി. സോ എഫ് ഓഫ് H0 പറഞ്ഞെങ്കിൽ ഇവിടെ 0 ആണ്. സോ അതേപോലെ എഫ് ഓഫ് 0 ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 0 തന്നെ ആയിട്ട്. സോ ഇത് എന്ത് കിട്ടി? 0 മൈനസ് 0 കിട്ടി. സോ ഇതിന്റെ ലിമിറ്റ് എന്തായി? 0. സോ ഫംഗ്ഷൻ എഫ് എക്സ് എക്സിസ്റ്റ് ആണ് ആൻഡ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ ബോത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചോദിച്ചിന്. സോ രണ്ടാമത്തേത് കാണണം, എഫ് ഐ അറ്റ് 0 കാണണം. ബൈ ഡെഫിനിഷൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ ബി പ്ലസ് എച്ച്. എയും ബിയും 0 ആണ്. സോ എഫ് ഓഫ് 0, എച്ച് പ്ലസ് 0. എച്ച് പ്ലസ് 0 പറഞ്ഞെങ്കിൽ എച്ച് മൈനസ് എഫ് ഓഫ് 0. ഇനി ഇതിന്റെ വാല്യൂ കാണണം. എഫ് ഓഫ് 0 എച്ച്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. സോ എക്സ് കോർഡിനേറ്റ് 0 ആവുമ്പോൾ ഈ ഇങ്ങനത്തെ എലമെന്റ്സ് ആണ്. സോ എക്സ് കോർഡിനേറ്റ് 0 ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആയിട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫംഗ്ഷൻ ഇതെന്തായി? എഫ് ഓഫ് 0 എച്ച് പറയുന്നത് 0 ആണ് ഇവിടെ. ആൻഡ് എഫ് ഓഫ് 0 ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് 0. സോ 0 മൈനസ് 0 പറഞ്ഞെങ്കിൽ 0 തന്നെ കിട്ടി. സോ എഫ് എക്സും എഫ്ഐയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈക്വൽ ടു 0 കിട്ടി. സോ ഡി ഓപ്ഷൻ ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ഡിഫറൻഷ്യബിലിറ്റി കാണണം. ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇവിടെ ആൽഫ പറഞ്ഞെങ്കിൽ എഫ് എക്സ് ആണ്. സോ ആൽഫ ഇത് എന്താണ്? ആൽഫ 0 ആണ്. അതേപോലെ ബീറ്റയും എന്താണ്? 0. ആൽഫ ബീറ്റ ഇൻ ഡെഫിനിഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിൾ ഇത് ആൽഫയും ബീറ്റയും കിട്ടി 0 ആണ്. ഇനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ലിമിറ്റ് എച്ച് കെ ടെൻഡിങ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്. സോ എയും ബിയും ഇവിടെ എന്താണ്? 0 ആണ്. സോ എഫ് ഓഫ് എ പ്ലസ് എച്ച് പറഞ്ഞെങ്കിൽ എഫ് ഓഫ് 0 പ്ലസ് എച്ച് ബി പ്ലസ് കെ. ബി പ്ലസ് കെ ആകുമ്പോൾ 0 പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എ ബി. that is f of 0 minus alpha into h. So alpha 0 ആണ്. So 0 into h minus beta into k. Beta കിട്ടിയത് ഇവിടെ 0 ആണ്. So 0 into k divided by root of h square plus k square. ഇത് ലിമിറ്റിന്റെ ഡിഫറൻഷ്യബിലിറ്റി ഡെഫിനിഷൻ ആണ്. ഇത് എക്സിസ്റ്റ് ചെയ്തിട്ട് 0 ആണെങ്കിൽ എഫ് എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. സോ ആ ലിമിറ്റ് ഞങ്ങൾ എടുത്തിട്ട് ഓരോ വാല്യൂസ് കൊടുക്കുക. എന്റെയും ബിന്റെയും വാല്യൂസ് കൊടുത്തിട്ട് അതേപോലെ ആരെയും കണ്ടുപിടിച്ചിട്ട് ഇതിന് വാല്യൂസ് കൊടുക്കാം. ഇനി ഈ മൊത്ത ടേം 0 ആയിട്ട് പോയി. ഇനി ഇതെന്തായി? എഫ് ഓഫ് എച്ച് കെ ആണ് മൈനസ് എഫ് ഓഫ് 0. ഇനി എഫ് ഓഫ് എച്ച് കെ എന്താണ്? എച്ചും കെയും നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ആക്കണം. ഇത് എക്സിന് എച്ചും വൈക്ക് കെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? എച്ച് കെ ഡിവൈഡഡ് ബൈ മോഡ് എച്ച്. എക്സ് ഈക്വൽ ടു എച്ചും വൈ ഈക്വൽ ടു കെയും കൊടുക്കുമ്പോൾ എച്ച് കെ ഡിവൈഡഡ് ബൈ മോഡ് എച്ചിന് കിട്ടും. എച്ച് കെ ഡിവൈഡഡ് ബൈ മോഡ് എച്ച്. ആൻഡ് എഫ് ഓഫ് 0 ഇവിടെ 0 തന്നെയാണ്. എഫ് ഓഫ് 0
കാരണം എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 തന്നെയാണ്. സോ എഫ് ഓഫ് 0 0 0 ആണ്. 0 ആണ്. സോ ഇതെന്ത് കിട്ടി? എഫ് ഓഫ് എച്ച് കെ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആൻഡ് എഫ് ഓഫ് എച്ച് കെ പറഞ്ഞെങ്കിൽ എച്ച് കെ ഡിവൈഡ് ബൈ മോഡ് എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഇത് ഡെഫിനിഷൻ ആണ്, ഫംഗ്ഷൻ തന്നിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഇനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണം. ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിപ്പോ ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾ കേസിൽ ലിമിറ്റ് കാണുന്ന കേസായി. നേരത്തെ കണ്ടുപിടിച്ചത് ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻഡിങ്സ് ടു 0 0 എക്സ് സം ഫംഗ്ഷൻ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. അതേപോലത്തെ ഫംഗ്ഷൻ ആണ് ഇവിടെ വേരിയബിൾസ് പറഞ്ഞെങ്കിൽ എച്ചും കെയും ആണ്. എക്സും വൈ ഉള്ളിടത്ത് എച്ചും കെയും ആണ് വേരിയബിൾ ഉള്ളത്. സോ ഇനി ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണം. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അലോങ് ഏത് കർവ് 0 0 പാസ് ചെയ്യുന്ന ഏത് കർവിലൂടെയും ഞങ്ങൾക്ക് ലിമിറ്റ് കാണുമ്പോൾ ഈക്വൽ കിട്ടണം. ആൻഡ് എക്സിസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സിസ്റ്റ് ചെയ്തിട്ട് ഈക്വൽ കിട്ടണം. ഇനി ആ കണ്ടീഷൻ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ കർവ് എടുത്തു കെ ഈക്വൽ ടു എച്ച്. നേരത്തെ കേസിൽ ഞാൻ കർവ് എടുത്തുണ്ടായത് വൈ ഈക്വൽ ടു സം എം എക്സ് അങ്ങനത്തെ കർവ് ആണ് എടുത്തുണ്ടായത്. ഈ ഇത് വേരിയബിൾ എച്ചും കെയും ആയതുകൊണ്ട് ഇവിടെ ഞാൻ കെ ഈക്വൽ ടു എച്ച് ആയിട്ട് ഒരു കർവ് എടുത്തു. ഈ കർവ് 0 0 പാസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കണം അലോങ് ദിസ് കർവ്. ഇനി കെ ഈക്വൽ ടു എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താവും? ന്യൂമറേറ്റർ എന്താവും? എച്ച് ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കേക്ക് എച്ചിന് കൊടുക്കുമ്പോൾ എച്ച് സ്ക്വയർ ദാറ്റ് ഈസ് ഈ ടേം കിട്ടും. എച്ച് സ്ക്വയർ ബൈ മോഡ് എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇനി ഇതെന്താണ്? റൂട്ട് ഓഫ് 2h സ്ക്വയർ ആണ്. സോ എച്ച് ഔട്ട് സൈഡ് എടുത്തെങ്കിൽ ഒരു എച്ചും ന്യൂമറേറ്ററിലും ഒരു എച്ചും ഡിനോമിനേറ്ററിലും ഒരു എച്ച് ക്യാൻസൽ ആയിട്ട് റിമൈനിങ് ഞങ്ങൾക്ക് കിട്ടും എച്ച് ബൈ റൂട്ട് 2 ഇൻറ്റു മോഡ് എച്ച്. ഇനി ഈ ഇതെന്തായി? ലിമിറ്റ് ഇൻ കേസ് ഓഫ് 1 വേരിയബിൾ ആയി. ഇനി ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇനി ഇവിടെ നോക്കാം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. ഇനി റൈറ്റ് ലിമിറ്റ് നോക്കുമ്പോൾ ഹാസ് എച്ച് ടെൻഡിങ്സ് ടു 0. ഇത് 0 ആണ്. ഹാസ് എച്ച് ടെൻഡിങ്സ് ടു 0 ഫ്രം ദി റൈറ്റ് സൈഡ്. ഈ ഡയറക്ഷനിലൂടെ വരുമ്പോൾ മോഡ് എച്ചിന്റെ വാല്യൂ എന്താണ്? എച്ച് ടെൻഡിങ് ടുവേർഡ്സ് 0 ഫ്രം റൈറ്റ് സൈഡ് പറഞ്ഞെങ്കിൽ ഈ കോർഡിനേറ്റ് വരും. സോ ഇവിടെ മോഡ് എച്ചിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. കാരണം ഇതൊക്കെ പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ മോഡ് എച്ചിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് പറയുമ്പോൾ എച്ച് ആണ്. മോഡ് എച്ചിന്റെ വാല്യൂ എച്ച് തന്നെയാണ്. സോ എച്ച് ആയി. സോ എച്ച് ക്യാൻസൽ ആകുമ്പോൾ 1/√2 കിട്ടി. ഇനി ലെഫ്റ്റ് ഇഫ് എച്ച് ഇസ് ടെൻഡിങ് ടുവേർഡ്സ് 0 ഫ്രം ദി ലെഫ്റ്റ് സൈഡ് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആക്സിസ് ആണ്. സോ മോഡ് എച്ച് പറയുന്നത് എന്താവും? നെഗറ്റീവ് എച്ച് ആവും. ബൈ ഡെഫിനിഷൻ ഓഫ് മോഡ് എച്ച് ഇസ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് എച്ച് ആണ്. സോ ഇവിടെ എന്താണ്? നെഗറ്റീവ് എച്ച്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആസ് എച്ച് ടെൻഡിങ്സ് ടു 0 ഫ്രം ദി ലെഫ്റ്റ് സൈഡ്. സോ ഇതെന്തായി? എച്ച് ബൈ റൂട്ട് 2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് ബൈ റൂട്ട് 2 ഇൻറ്റു എച്ച്. സോ ഇവിടെ എച്ച് ക്യാൻസൽ ചെയ്യും. ഞങ്ങൾക്ക് വാല്യൂ -1/√2 കിട്ടി. ദാറ്റ് ഈസ് ഞങ്ങൾക്ക് റൈറ്റ് ലിമിറ്റ് 1/√2 കിട്ടി. അതേപോലെ ലെഫ്റ്റ് ലിമിറ്റ് -1/√2 കിട്ടി. സോ ഡിഫറെന്റ് ലിമിറ്റ് ആണ് കിട്ടിയത്. ഫംഗ്ഷൻസ് ഓഫ് 1 വേരിയബിളിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ബോത്ത് റൈറ്റ് ആസ് വെൽ ആസ് ലെഫ്റ്റ് ലിമിറ്റ് എന്താവണം? എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താണ്? ഡിഫറെന്റ് ലിമിറ്റ് ആണ് കിട്ടിയത്. സോ എന്താണ്? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞെങ്കിൽ എന്ത്? അലോങ് ദിസ് കർവ് എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് ആസ് അലോങ് ദിസ് കർവ് കെ ഈക്വൽ ടു എച്ച് കർവില് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതെന്തായി? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടും. ഈ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതൊരു കർവ് എടുത്തെങ്കിലും ആ കർവിലൂടെ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്താണ്? ഒരു കർവ് ഞങ്ങൾക്ക് കിട്ടി, അതിലൂടെ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. സോ ഇതെന്തായി? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞെങ്കിൽ ഇതെന്താണ്? ഡിഫറൻഷ്യബിൾ അല്ല. സോ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. സോ തേർഡ് ഓപ്ഷൻ ഹിയർ എന്തായി? റോങ് ആയി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്. എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0 0. ഇത് നേരത്തെ പറഞ്ഞു തന്നെ. ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ പറഞ്ഞെങ്കിൽ 0 വിച്ച് ഈസ് എഫ് ഓഫ് 0 0. അങ്ങനെയാണെങ്കിൽ സോ എഫ് കണ്ടിന്യൂസ് ആണ്. സോ ഓപ്ഷൻ ഡി ആൻഡ് ഡി ആർ കറക്റ്റ്. ലാസ്റ്റ് പ്രോബ്ലം സർ. നമ്മുടെ സമയം കുറച്ച് ഇതായി. കാരണം നമുക്കൊരു കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കൂടി ഒരു സമയം വേണ്ട.
ഓക്കെ ലാസ്റ്റ് പ്രോബ്ലം അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ ഓക്കെ പെട്ടെന്ന് സർ. പറയാൻ പറ്റിച്ചാൽ പറഞ്ഞോളൂ, പെട്ടെന്ന് പറയാം പെട്ടെന്ന് പറയാം. സോ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് x³ / x² + y² എന്നാണ്. 0 0 അല്ലാത്തപ്പോൾ 0 എന്നാണ്. സോ സെയിം പ്രോബ്ലം ആണ്, സെയിം ടൈപ്പ് ആണ്. കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ fx fy എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിഫറൻഷ്യബിൾ ആണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ ഫസ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇതിന്റെ ലിമിറ്റ് ഞാൻ സ്ക്യൂസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇതിന്റെ ലിമിറ്റ് സ്ക്യൂസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിച്ചു. 0 കിട്ടിനെ അത് അവിടെ ചെക്ക് ചെയ്യാം. സോ ഇവിടെ f(0) എന്താണ് 0 തന്നെയാണ്. സോ എന്തായി, എഫ് കണ്ടിന്യൂസ് എന്ന് കിട്ടി ഇവിടെ. ഇനി fx-ഉം fy-യും കണ്ടുപിടിക്കണം. ജസ്റ്റ് ഡെഫിനിഷൻ യൂസ് ആക്കിയത് ഇവിടെ. fx 1 കിട്ടി, fy 0 കിട്ടി. സോ fx fy ബോത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൽഫന്റെ വാല്യൂ 1 ആണ്, ബീറ്റ 0 ആണ്. ആൽഫ പറഞ്ഞെങ്കിൽ fx, ബീറ്റ പറഞ്ഞെങ്കിൽ fy. ഇനി ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ ഈ ജസ്റ്റ് ഡെഫിനിഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫന്റെ വാല്യൂ 1-ഉം ബീറ്റന്റെ വാല്യൂ 0, എയും ബിയും 0 ചെയ്തിട്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഇത് കുറച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ടാവുമ്പോൾ ഈ ഫോമിൽ എത്തുമ്പോൾ ഞാൻ 2 കേർവ് എടുത്തു. k = 2h-ഉം k = h-ഉം. ഈ 2 കേർവിൽ എനിക്ക് ഡിഫറെന്റ് വാല്യൂ ആണ് കിട്ടിയത്. ഇവിടെ -4/5^3/2, -1/2^3/2. സോ ഡിഫറെന്റ് കേർവിൽ ഞങ്ങൾക്ക് ഡിഫറെന്റ് വാല്യൂ കിട്ടി. സോ ഈ ലിമിറ്റ് എന്തായി, എക്സിസ്റ്റ് ചെയ്യുന്നില്ലാണ് കിട്ടി. കാരണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാണ് കിട്ടി. സോ ഫംഗ്ഷൻ എന്തായി, ഡിഫറൻഷ്യബിൾ അല്ലാതെ കിട്ടി. സപ്പോസ് ഇത് എക്സിസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ non-0 ആണെങ്കിൽ, ≠0 കിട്ടിയെങ്കിൽ എന്ത് കിട്ടും, ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് കിട്ടും. കാരണം ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ 0 ആയിരിക്കണം ഇവിടെ. പക്ഷെ ഇത് ഡിഫറൻഷ്യബിൾ അല്ലാതെ കിട്ടി. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. സെയിം പ്രോബ്ലം ആണ് കഴിഞ്ഞിട്ട്. ആയി സർ. താങ്ക് യു പൂജിത. നൗ ഇറ്റ് ഈസ് ദ ടൈം ഫോർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ക്ലാസ് കമൻസുകൾ പറയാം. ഈ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജാം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടാൻ ഇതിന്നൊക്കെ കുറേ ചോദ്യങ്ങൾ സാധാരണ ജാമിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ആക്ച്വലി ഞാനിത് കുറച്ച് കോൺസെപ്റ്റ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ കവർ ഉണ്ട്. പാർഷ്യൽസ് ഓഫ് സെക്കൻഡ് ഓർഡർ വരുമ്പോൾ അതിനൊക്കെ കുറെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം. സോ യെസ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സർ, കേൾക്കുന്നില്ലേ സർ? അമൃത. ഹലോ മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. നല്ല ക്ലാസ് ആയിരുന്നു. ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസിൻ്റെ. യൂഷ്വലി ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിളിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ലിമിറ്റിൻ്റെ കേസൊക്കെ വരുമ്പം. 2 വേരിയബിൾസ് അത് ശരിക്കും നല്ല രീതിയിൽ ക്ലിയർ ആയി ടോപ്പിക്കെല്ലാം. ആ കൺസെപ്റ്റിലൂടെയൊക്കെ ഒന്നുകൂടെ പോയത് വളരെ നന്നായി. ഞങ്ങൾ ഇപ്പം 2-3 സെം മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും കൂടെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനും പറ്റി. പ്രോബ്ലംസും അതേ ഡിസ്കസ് ചെയ്തപ്പം നല്ല എഫക്റ്റീവ് ആയിരുന്നു മാം. ഈ കുട്ടി പറയുമ്പോ ഞാൻ ഇതേ കോൺസെപ്റ്റ് ആണ് ഞാൻ സാറിന്റെ സാറിന്റെ പേര് ഓർമ്മയില്ല. എനിക്ക് ഏതൊരു IIT സാറാണ് ക്ലാസ് എടുത്തത്, ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. ഞാൻ ആ സാറിന്റെ ക്ലാസ്സിലും ഇതേപോലെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായി. സോ മഹേഷ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ മഹേഷ് ക്ലാസ് ചെയ്യാൻ പോകുന്നുണ്ട് വീണ്ടും. അതെ താങ്ക് യു അമൃത. ഇനി ബാക്കിയുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ ഷെയർ ചെയ്യാം. ഹലോ മിസ്. യെസ് ആതിര. മിസ്സിന്റെ പേര് ആതിര. ഞാൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്, കോഴിക്കോട്. അപ്പൊ മിസ്സിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ 2 വേരിയബിൾസ് അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ നല്ല ക്ലിയർ ആയി, കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി. കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. അമൃത പറഞ്ഞ പോലെ പല രീതിയിലും അപ്രോച്ച് ചെയ്യുന്ന നോക്കണം. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു ആതിര. നമുക്ക് കാസർഗോഡ് കോളേജിൽ നിന്നൊരു കുറച്ച് പേരുണ്ട് ഇപ്പൊ ക്ലാസ്സിൽ. എനിക്ക് തോന്നുന്നു അശ്വതി ഉണ്ട് തോന്നുന്നു. അശ്വതി. ഹലോ സാർ. ഹലോ മാം. മാം 4th സെമ്മിലെ ക്ലാസ് എടുത്തായിരുന്നു. അശ്വതി വീഡിയോ ഓൺ ആക്കാൻ പറ്റണമെങ്കിൽ ആക്കിക്കോളൂ. നെറ്റിൽ റേഞ്ച് ഇല്ല സാർ, വീഡിയോ ക്ലിയർ ആവാൻ. കുഴപ്പമില്ല. നല്ല ക്ലാസ് ആയിരുന്നു മാം. എനിക്ക് ഫങ്ഷൻസ് എപ്പോഴും ഫസ്റ്റ് വേരിയബിളിന്റെയും സെക്കൻഡ് വേരിയബിളിന്റെയും
ലിമിറ്റ് വരുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇത് ക്ലാസ് നല്ലായിരുന്നു മാം. ആദ്യം മാമിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റിയൊരു ഓക്കെ, താങ്ക് യു അശ്വതി. താങ്ക് യു സർ. വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ജസ്റ്റ് നിങ്ങളെ കോളേജ് ഏതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നന്നായിരിക്കും. ഹലോ, യെസ്. ഞാൻ ആര്യപ്രസാദ്, വിമല കോളേജ് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ക്ലിയർ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത്രയും ക്ലിയർ ആയിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ നെറ്റ് വിത്ത് JRF പിന്നെ ഗേറ്റ് ഒക്കെ ക്ലിയർ ചെയ്തു പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ പ്രിപ്പറേഷനെ കുറിച്ചൊന്ന് പറയാവോ? മ്യൂട്ടാണ്. സോറി. ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ ആക്ച്വലി MSc ചെയ്തോണ്ടിരിക്കുമ്പോ എന്നിട്ട് പാസ്സായത്. അത് പാസ് ഔട്ട് ചെയ്തിട്ട് പിന്നെയാണ് മാർച്ചിലാണ് പാസ് ഔട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയി വീട്ടിൽ തന്നെ ആയി. അപ്പോ സാറിന്റെ ക്ലാസ് എന്റെ സീനിയർ ആണ് സാറിന്റെ ക്ലാസ്സിൽ എന്നെ ജോയിൻ ചെയ്തത്. സോ അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ഡിഫിക്കൽട്ട് ഉണ്ട്, മീൻസ് കുറെ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊക്കെ ഭാഗ്യവാനാണ്, കുറെ ക്ലാസ് കിട്ടുന്നുണ്ട് സാറിന്റെ ത്രൂ സാറിനോട്. പിന്നെ സാറിന്റെ ഇങ്ങനത്തെ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ ടെലിഗ്രാംസിലൊക്കെ കുറെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായി. അത് വാട്സാപ്പിലുള്ള പോലെ തന്നെ കുറെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ വിചാരിച്ചു. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് മീൻസ് നിങ്ങൾക്ക് എല്ലാ സോഫ്റ്റ്വെയർ ഡിജിറ്റൽ ആയതുകൊണ്ട് എല്ലാം കിട്ടാൻ മീൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് PDFs ഒക്കെ. സോ അതിലൂടെ ഞാൻ തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ കുറെ ഇങ്ങനെ ക്ലാസ് ഒക്കെ കണ്ടു ഇങ്ങനെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും. നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആര്യ. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മാം, എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരിയിൽ നിന്നാണ്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. മാം എടുത്തതൊക്കെ ക്ലിയർ ആയി, പക്ഷെ എന്നാലും ഞാൻ യൂട്യൂബ് വീഡിയോസിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. അപ്പൊ വർക്ക്ഔട്ട് ചെയ്തപ്പോഴേക്കും മാം ഡിഫറൻഷ്യബിലിറ്റി ടെസ്റ്റിന് വേണ്ടി നമ്മളൊരു ഫോർമുല യൂസ് ചെയ്തല്ലോ, ലിമിറ്റിന്റെ. ലിമിറ്റിന്റെ ആ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും നമ്മൾ അധികം സോൾവ് ചെയ്ത് പോവാതെ അതില് നമ്മൾ √(h² + k²ന്റെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് അതിന്റെ ഡിഗ്രി ഓഫ് ന്യൂമറേറ്ററും ഡിഗ്രി ഓഫ് ഡിനോമിനേറ്ററും നമ്മളെ കമ്പയർ ചെയ്തിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഫോർമുല അത് തന്നെയല്ലേ? ഫോർമുല അത് തന്നെയാണ്. ഡിഫറൻഷ്യബിലിറ്റി കേസാണ്. ഡിഫറൻഷ്യബിലിറ്റി കേസ് ഒന്നുകൂടി പറയോ? ഡിഫറൻഷ്യബിലിറ്റിന്റെ കേസ് തന്നെയല്ലേ? ആ സെയിം കേസ് തന്നെയാണ്. അതില് ഡിഗ്രി കണ്ടുപിടിച്ച് ഡിഗ്രി ഓഫ് ന്യൂമറേറ്ററിന്റെ ഡിഗ്രിയും ഡിനോമിനേറ്ററിന്റെ ഡിഗ്രിയും കണ്ടുപിടിച്ചായിരുന്നു. അത് എന്നിട്ട് ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്ററിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ കേസിലും ശരിയാവണമെന്നില്ല. അത് ഞാൻ പറയാത്ത കാരണം അത് മീൻസ് ഞാൻ പലപ്പോഴും കണ്ടതാണ്. അത് ചില കേസിൽ മാത്രം മീൻസ് XY ≠ 0 അങ്ങനത്തെ ഫംഗ്ഷന്റെ ടൈപ്പ് വരുമ്പോൾ മാത്രം. ഇപ്പൊ ഞാൻ കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്തത് ഏത് കേസിലാണ്? ലിമിറ്റ് ആസ് XY → 0 ആണ്. ഇപ്പൊ ആ കേസിൽ മാത്രം നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ രണ്ട് ന്യൂമറേറ്റർ P(x) എന്ന് വിചാരിച്ചോ, താഴെ Q(x) ഉണ്ടെന്ന് വിചാരിച്ചോ. ലിമിറ്റ് ആസ് XY → 0 P(x/Q(x) എന്ന് വിചാരിച്ചോ. അപ്പൊ ഡിഗ്രി ഓഫ് P(x) ഡിഗ്രി ഓഫ് Q(x) കാളും ഗ്രേറ്റർ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ റിസൾട്ടാണ് നീ പറഞ്ഞത്. അത് ട്രിക്കാണ്, ഞങ്ങൾക്ക് പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെ, പക്ഷെ അത് എല്ലാ കേസിലും ട്രൂ ആവണമെന്നില്ല. അത് XY → 0 ആകുമ്പോൾ മാത്രമാണ്. ഇപ്പൊ വേറെ XY → 1, 2 ആകുമ്പോൾ നീ പറഞ്ഞ കേസ് ശരിയാവണമെന്നില്ല. അത് ട്രൂ അല്ല, ഫോൾസ് ആണ്. അത് നീ പറഞ്ഞ ശരിയാണ്. XY → 0 ആകുമ്പോൾ നീ പറഞ്ഞ റിസൾട്ട് യൂസ് ആക്കാം. ഓക്കെ മാം, താങ്ക് യു. ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. ഓക്കെ, താങ്ക് യു വൈഷ്ണവി. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറയാനുണ്ടെങ്കിൽ? ഹലോ മിസ്, ഹലോ, ഞാൻ ഹിബ മുഹമ്മദ്, PSMO കോളേജ് തിരുരങ്ങാടി മലപ്പുറത്ത് നിന്നാണ്.
മിസ്സിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ഞങ്ങൾ പഠിക്കാത്ത ഭാഗമാണിത്. നല്ല ക്ലിയർ ആയി. താങ്ക് യു മിസ്. താങ്ക് യു സർ ഫോർ ഇങ്ങനത്തെ ക്ലാസ് വെച്ചതിന്. മിസ്സിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. മിസ്സിന്റെ ഇനിയുള്ള ക്ലാസ്സുകളും ഇതേപോലത്തെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഹിബ. താങ്ക് യു ഹിബ. ആക്ച്വലി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ അതിന്റെ ബാക്കിയാണ്. എന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾ സോൾവ് ചെയ്ത് കിട്ടിയാൽ കഴിഞ്ഞു. പൂജിത, കഴിഞ്ഞ തവണ നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇത്തവണ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വന്നു. അതന്നെ. അപ്പൊ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾ അങ്ങനെ ക്ലാസ് എടുക്കണം. സോ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു പൂജിത. എല്ലാവർക്കും, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇനിയും ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് ഇതേപോലെ ഏതെങ്കിലും ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്തു തരാം. എന്തായാലും NIT-യിലെ പുതിയ കരിയർ റിസർച്ചിലെ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.